ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. മാസ്റ്റർ കി അക്കാഡമിയുടെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് മാസത്തെ ഫുൾ കറണ്ട് അഫയേഴ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങുന്ന 5ാം തലമുറയിൽപ്പെട്ട ശബ്ദത്തിന്റെ 2 ഇരട്ടി വേഗതയിലും അത്യാധുനിക റഡാറുകളെ പോലും വെട്ടിച്ച് കുതിക്കാൻ ശേഷിയുള്ളതുമായ വിമാനമേത്? ഏതാണ്? സുഖോയി 57 ആണ്. ഏതാണ്? സുഖോയി 57 ആണ്. സുഖോയി 57ന്റെ വേഗത എത്രയാണ്? 2130 കിലോമീറ്റർ പെർ അവർ ആണ്. കണ്ടോ, 2130 കിലോമീറ്റർ പെർ അവർ ആണ്. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച അമേരിക്കൻ പരിസ്ഥിതി സഞ്ചാര സാഹിത്യകാരൻ ആരാണ്? എഡ്വേർഡ് ഹോഗ്ലൻഡ് ആണ്. ആരാണ്? എഡ്വേർഡ് ഹോഗ്ലൻഡ് ആണ്. ഭിന്നശേഷി സൗഹൃദ കേരളം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ആദ്യത്തെ മാതൃകാ പുനരധിവാസ ഗ്രാമം സ്ഥാപിക്കുന്നത് എവിടെയാണ്? മലപ്പുറത്താണ്. എവിടെയാണ്? മലപ്പുറത്താണ് സ്ഥാപിക്കുന്നത്. റബ്ബർ അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സ്ഥാപിച്ച കേരള റബ്ബർ ലിമിറ്റഡ് KRLന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയത്തെ വെള്ളൂറാണ്. റബ്ബർ കൂടുതലുള്ള സ്ഥലമാണ് കോട്ടയം, അല്ലെ? കോട്ടയത്തെ വെള്ളൂറാണ് KRLന്റെ ആസ്ഥാനം. 2026 ഫെബ്രുവരിയിൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത പശ്ചിമ തീര കനാൽ പദ്ധതിയുടെ ആദ്യഘട്ട ജലപാത ഏതാണ്? ആക്കുളം മുതൽ എവിടെ വരെയാണ്? ചേറ്റുവ വരെയാണ്. ആക്കുളം മുതൽ ചേറ്റുവ വരെയാണ്. എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെ ആക്കുളം മുതൽ തൃശ്ശൂരിലെ ചേറ്റുവ വരെയാണ് ആ ജലപാതയുടെ എന്താണ്? ആദ്യഘട്ട ജലപാത. മത്സ്യത്തൊഴിലാളികൾക്ക് ഏത് മോശമായ കാലാവസ്ഥയിലും കടലിൽ നിന്നും പ്രളയജലത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്താനുമുള്ള ഏറ്റവും മികച്ച പരിശീലനം നൽകുന്നത് ആരാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ്. എവിടുത്തെ? ഗോവയിലെ. കണ്ടോ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് ഗോവയിലെ. അറിയാലോ, നമ്മളെ ബീച്ചിലൊക്കെ നിൽക്കുന്ന എന്താ പറയുന്നത്, അവിടെ രക്ഷാപ്രവർത്തനം നിൽക്കുന്നവരെല്ലാവരും ഗോവയിലെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ട്രെയിനിങ് നേടിയവരാണ് നിൽക്കുന്നത് കേട്ടോ. 2025-26 രഞ്ജി ട്രോഫി ജേതാക്കൾ ആരാണ്? ജമ്മു കാശ്മീർ ആണ്. ആരാണ്? ജമ്മു കാശ്മീർ ആണ് 2025-26 രഞ്ജി ട്രോഫി ജേതാക്കൾ. ഇൻസ്റ്റഗ്രാമിൽ 100 ദശലക്ഷം ഫോളോവേഴ്സ് ഉള്ള ആദ്യ ലോക നേതാവ് ആരാണ്? നരേന്ദ്രമോദിയാണ്. ആരാണ്? നരേന്ദ്രമോദിയാണ്. 2ാം സ്ഥാനത്ത് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. അറിയാലോ, US പ്രസിഡന്റ്. നഗരത്തിലെത്തുന്ന വനിതാ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതത്വവും സുഖയാത്രയും ഉറപ്പുവരുത്താൻ വനിതകൾ ഓടിക്കുന്ന 2 വീലർ ടാക്സി പദ്ധതി ഏതാണ്? ഇ ബൈക്ക് ദീദി. സംസ്ഥാന സർക്കാർ ഖാദി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്നാണ്? സെപ്റ്റംബർ 23 സംസ്ഥാന സർക്കാർ ഖാദി ദിനമായിട്ട് ആചരിക്കുന്നത്. 1925 മഹാത്മാഗാന്ധി സ്ഥാപിച്ച സ്വതന്ത്ര ചർക്ക സംഘം, അഖില ഭാരത ചർക്ക സംഘം, ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ, അല്ലെ? 2025 സെപ്റ്റംബർ 23 അത് 100ാം വർഷം എന്ത് ചെയ്തിരിക്കുകയാണ്? ആഘോഷിച്ചിരിക്കുകയാണ്. അപ്പൊ 2025 സെപ്റ്റംബർ 23 100ാം വർഷം ആഘോഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സെപ്റ്റംബർ 23 സംസ്ഥാന സർക്കാർ ഖാദി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് കോസ്റ്റെക് നിർമ്മിച്ച ഇലക്ട്രിക് സൈക്കിൾ ഏതാണ്? KE സൈക്കിൾ ആണ്. ഏതാണ്? KE സൈക്കിൾ ആണ്, അല്ലെ? കോസ്റ്റെക്സ് നിർമ്മിച്ച ഇലക്ട്രിക് സൈക്കിൾ അങ്ങനെ ആയിരിക്കും ചോദ്യം വരുന്നത്. ഏതാണ്? KE സൈക്കിൾ. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സാമൂഹ്യ ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ വ്യക്തി ആരാണ്? പ്രൊഫസർ TK ഉമ്മനാണ്. ആരാണ്?
പ്രൊഫസർ ടി.കെ. ഉമ്മൻ. ആത്മകഥ എന്താണ്? ഫ്രം ഭാരത് ടു ഇന്ത്യ ആൻ അക്കാദമിക്സ് ജേണി. കണ്ടോ? അപ്പൊ പ്രൊഫസർ ടി.കെ. ഉമ്മന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഫ്രം ഭാരത് ടു ഇന്ത്യ ആൻ അക്കാദമിക്സ് ജേണി എന്നാണ്. 2008 പത്മഭൂഷൺ നൽകി പ്രൊഫസർ ടി.കെ. ഉമ്മനെ രാജ്യം ആദരിക്കുകയുണ്ടായി. വാരണാസിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സിന്റെ ഇന്ത്യൻ സാംസ്കാരിക വിനിമയ പുരസ്കാരം 2026 നേടിയത് ആരാണ്? ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ ആണ്. ആരാണ്? ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ ആണ്. സംസ്ഥാന യുവജന കമ്മീഷന്റെ 2025-26 വർഷത്തെ യുവ പ്രതിഭാ പുരസ്കാരം നേടിയത് ആരാണ്? ജിലിമോൾ മരിയറ്റ് തോമസ്. കണ്ടോ? ഒരു വിഭാഗം ഉണ്ട്, താഴോട്ട് പറയാം. ഏഷ്യയിലെ ആദ്യത്തെ ഹാൻഡ്സ് ഫ്രീ വനിതാ ഡൈവർ ആണ് ആര്? ജിലിമോൾ മരിയറ്റ് തോമസ്. ഓക്കെ ആണല്ലോ. അടുത്തത് ഡോക്ടർ ശാരദാ ദേവി. ആരാണ്? ഡോക്ടർ ശാരദാ ദേവി. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് ആര്? ഡോക്ടർ ശാരദാ ദേവി. അടുത്തതായിട്ട് ലഭിച്ച ആർക്കാണ്? അമൽ ഇക്ബാലിനാണ്. ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? അമൽ ഇക്ബാലിന്. പഞ്ചഗുസ്തി ദേശീയ താരമാണ് ആര്? അമൽ ഇക്ബാൽ. ഇനിയുണ്ട് ശാരീരിക മാനസിക പരിമിതികളെ അതിജീവിച്ച് സമൂഹത്തിൽ തങ്ങളുടേതായ ഇടം കണ്ടെത്തുകയും യുവതയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്ത യുവജനങ്ങൾക്കാണ് യുവ പ്രതിഭാ പുരസ്കാരം നൽകുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 3 പേരുടെ പേര് പറയുണ്ടായി. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരിക മാനസിക പരിമിതികളെ അതിജീവിച്ച് സമൂഹത്തിൽ തങ്ങളുടേതായ ഇടം കണ്ടെത്തുകയും അതുപോലെ തന്നെ യുവതയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്ത യുവജനങ്ങൾക്കാണ് യുവ പ്രതിഭാ പുരസ്കാരം നൽകുന്നത്. യുദ്ധക്കളമായി പശ്ചിമേഷ്യ അല്ലെ, നമുക്കിപ്പോൾ അറിയാം യുദ്ധം എന്താണ് അവസാന ഘട്ടത്തിലേക്കൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വധിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇറാനെ ആക്രമിച്ച് ഇസ്രായേലും അമേരിക്കയും അല്ലെ. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി കണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും നേതൃത്വത്തെയും ലക്ഷ്യമിട്ട് യുഎസും ഇസ്രായേലും സംയുക്തമായി നടത്തിയ നീക്കത്തിന്റെ പേരാണ് എന്ത്? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി. അപ്പം ഈ ഓപ്പറേഷന്റെ പേര് ഓർത്തു വയ്ക്കുക കേട്ടോ. അത് ചോദ്യത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഓപ്പറേഷൻ ലയൺ റോർ, ഇത് മറ്റൊരു ഓപ്പറേഷൻ ആണ്. ഓപ്പറേഷൻ ലയൺസ് റോർ കണ്ടോ? ഇറാന്റെ ഭരണ സംവിധാനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ലയൺസ് റോർ. മറ്റേത് ഇസ്രയേലും യുഎസും കൂടെ അല്ലെ സംയുക്തമായിട്ട് നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി. ഇത് ഇസ്രയേലിൽ മാത്രം നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ലയൺസ് റോർ. ഇത് ഓർത്തു വയ്ക്കുക കേട്ടോ. ഇത് രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാ നടത്തിപ്പിൽ സുരക്ഷയും സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിക്കുന്നതിന് QR കോഡ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മൊബൈൽ ആപ്പ് ഏതാണ്? കൈറ്റ് ക്യൂ ട്രാക്ക് ആണ്. കൈറ്റ് ക്യൂ ട്രാക്ക് എന്നാണ് ആ മൊബൈൽ ആപ്പിന്റെ പേര്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻസ് കണ്ടോ? കൈറ്റിന്റെ ഫുൾ ഫോം ആണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ കൈറ്റ് ആണ് മൊബൈൽ ആപ്പ് എന്ത് ചെയ്തിരിക്കുന്നത്? പുറത്തിറക്കിയിരിക്കുന്നത്. കേരളത്തിലെ കാർഷിക മേഖലയെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കേര. ആ പദ്ധതിയുടെ പേരെന്താണ്? കേര എന്നാണ് കേട്ടോ. കേരയുടെ ഫുൾ ഫോം എന്താണ്? കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ് എന്നാണ്. അപ്പൊ കേരളയുടെ ഫുൾ ഫോം എന്താണ് പറയുന്നത്? കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ വധത്തിന് പിന്നാലെ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ ആരംഭിച്ച പ്രത്യാക്രമണം കണ്ടോ? അപ്പൊ നോക്കി, പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ എന്ത് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു? ഇസ്രയേൽ വധിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ വധത്തിന് പിന്നാലെ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ ആരംഭിച്ച ആക്രമണം അല്ലെ എന്താണ്? അതിന്റെ പേരാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 കണ്ടോ? ഓപ്പറേഷൻ
ട്രൂ പ്രോമിസ് 4. അപ്പം ഞാനിപ്പോൾ 3 ഓപ്പറേഷനെ കുറിച്ച് പറഞ്ഞു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി, അതുപോലെ തന്നെ ഓപ്പറേഷൻ ലയൺസ് റോർ, അതുപോലെ തന്നെ ദാണ്ട് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. മനസ്സിലായല്ലോ, തിരിഞ്ഞു പോകരുത്. US-ഉം ഇസ്രയേലും കൂടെ സംയുക്തമായിട്ട് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി. ഇസ്രയേലിന്റെ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ലയൺസ് റോർ. ഇറാന്റെ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4. ഓക്കെ അല്ലേ? കേരള സർക്കാരിന്റെ വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യ മാതൃകാ ടൗൺഷിപ്പ് നിലവിൽ വന്നത് എവിടെയാണ്? എൽസ്റ്റൺ എസ്റ്റേറ്റ്, കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്. 2026 മാർച്ച് 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ചെയ്തിരിക്കുന്നു? ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. T20 ലോകകപ്പ് റൺ ചേസിംഗിൽ ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ആരാണ്? സഞ്ജു സാംസൺ ആണ് അല്ലെ. വെസ്റ്റ് ഇൻഡീസിനെതിരെ 97 റൺസാണ് സഞ്ജു സാംസൺ എന്ത് ചെയ്തിരിക്കുന്നത്? അടിച്ചുകൂട്ടിയിരിക്കുന്നത്. ഇത് T20 ലോകകപ്പിൽ അല്ലെ ചേസിംഗിൽ രണ്ടാമത് ബാറ്റ് ചെയ്തപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ റൺ നേടിയ ഇന്ത്യൻ താരമാണ് സഞ്ജു സാംസൺ. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഗെയിൽ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദീപക് ഗുപ്തയാണ്. ഗെയിലിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചെയർമാൻ ആരാണ്? ദീപക് ഗുപ്തയാണ്. ഗാന്ധി ഗ്രാമങ്ങളിലൂടെ മൈ ജേണി ത്രൂ ഗാന്ധി വില്ലേജസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയാണ്. നക്ഷത്ര നിരീക്ഷണത്തിനായി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? തമിഴ്നാട്ടിലെ കൊല്ലിമലയിലാണ്. എവിടെയാണ്? തമിഴ്നാട്ടിലെ കൊല്ലിമലയിലാണ് ഡാർക്ക് പാർക്ക് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രോജക്ട് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി 2026 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്ത് നിന്നാണ് 8 ചീറ്റകളെ എത്തിച്ചിരിക്കുന്നത്? ഏത് രാജ്യത്ത് നിന്നാണ്? ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാന. 2026 ഫെബ്രുവരിയിൽ രാജ്യത്തെ ചീറ്റകളുടെ എണ്ണം എത്രയാണ്? 39 പ്രോജക്ട് ചീറ്റ പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 2022. കലാലയങ്ങളിലെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും സൈക്കിൾ സവാരി പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? വിജ്ഞാന കേരളം പദ്ധതിയാണ്. ഏതാണ്? വിജ്ഞാന കേരളം പദ്ധതിയാണ്. വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും സൈക്കിൾ സവാരി പഠിച്ച സംസ്ഥാനത്തെ ആദ്യ കലാലയം ഏതാണ്? വിമൻസ് കോളേജ് ആണ്. ഏതാണ്? വിമൻസ് കോളേജ് ആണ്. രാജ്യത്തെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കേന്ദ്രം ഏതാണ്? സാനന്ദ്. ഏതാണ്? സാനന്ദ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന് നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊക്കോസ് ദ്വീപ്. എവിടെ? ഓസ്ട്രേലിയയിലെ കൊക്കോസ് ദ്വീപിലാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം GDP കണക്കാക്കുന്നതിനുള്ള പുതിയ അടിസ്ഥാന വർഷമായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം നിശ്ചയിച്ചിരിക്കുന്ന സാമ്പത്തിക വർഷം ഏതാണ്? 2022-23 GDP കണക്കാക്കുന്ന രീതിയിലെ മാറ്റത്തിന് ശേഷമുള്ള ആദ്യ കണക്കനുസരിച്ച് നടപ്പ് സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എത്ര ശതമാനമാണ്? 7.6% രാജ്യത്തിന്റെ വളർച്ച വന്നിരിക്കുന്നത്. ഗർഭാശയകള അർബുദം തടയാൻ പെൺകുട്ടികൾക്ക് വാക്സിനേഷൻ നൽകുന്ന ദേശീയ HPV വാക്സിൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. അതാണ് HPV. എന്താണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ ക്യാമ്പയിൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? രാജസ്ഥാനിലെ അജ്മീറിലാണ് പ്രധാനമന്ത്രി ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രാലയത്തിന്റെ കീഴിലെ സ്പൈസസ് ബോർഡിന്റെ വൈസ് ചെയർമാനായി നിയമിതനായത് ആരാണ്? ഷാജി രാഘവനാണ്. ആരാണ്? ഷാജി രാഘവനാണ്. ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതിയുടെ
ചരിത്രത്തിൽ ആദ്യമായി രക്ഷാസമിതിയുടെ അധ്യക്ഷയാകുന്ന ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിത ആരാണ്? മെലനിയ ട്രംപാണ്. ആരാണ്? മെലനിയ ട്രംപാണ്. കായലിന് കുറുകെ കേരളത്തിലെ ഏറ്റവും വലിയ പാലം ഏതാണ്? പെരുമ്പളം പാലമാണ്. ഏത് പാലമാണ്? പെരുമ്പളം പാലമാണ്. താലിബാനെതിരെ പാകിസ്ഥാൻ നടത്തുന്ന സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ ഗസാബ് ലിൽ ഹക്ക്. ഉണ്ടോ? ഓപ്പറേഷൻ ഗസാബ് ലിൽ ഹക്ക് എന്നാണ് ആ ഓപ്പറേഷന്റെ പേര്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരാണ്? നവാസ് ഷെരീഫാണ്. ആരാണ്? നവാസ് ഷെരീഫാണ്. സൈലന്റ് വാലിയിൽ നിന്നും കണ്ടെത്തിയ 2 പുതിയ മണ്ണിര ഇനങ്ങൾ ഏതൊക്കെയാണ്? മോണിലിസ്റ്റർ ഗിരീഷിയും ദ്രാവിഡ റിയനോളറ്റിസിയും. കണ്ടോ? എന്താണ്? മോണിലിസ്റ്റർ ഗിരീഷിയും ദ്രാവിഡ റിയനോളറ്റിസിയും. ആക്രമകാരികളായ ആനകളെ തളയ്ക്കാൻ ഡ്രോൺ ഉപയോഗിച്ച് മയക്കുവെടി വെക്കാനുള്ള പദ്ധതി ഏതാണ്? ഗജാസ്ത്രം എന്നാണ് ആ പദ്ധതിയുടെ പേര്. എന്താണ്? ഗജാസ്ത്രം. ഇറാന്റെ ഇടക്കാല നേതാവായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് ആരാണ്? അലി റേസ അറാഫി. ആരാണ്? അലി റേസ അറാഫി ആണ് ഇറാന്റെ ഇടക്കാല നേതാവായിട്ട് ചുമതലയേറ്റിരിക്കുന്നത്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൽ ഏത് രാജ്യവുമായാണ് ISRO കൈകോർത്തിരിക്കുന്നത്? ഏത് രാജ്യവുമായാണ്? ഓസ്ട്രേലിയയുമായാണ്. നമ്മൾ നേരത്തെ ഒരു കറണ്ട് അഫയർ പറയുണ്ടായി, ഇതിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്ന ഓസ്ട്രേലിയ കൊക്കോസ് ദ്വീപിലാണെന്ന് അല്ലെ. ഗഗൻയാൻ നിരീക്ഷണ കേന്ദ്രം ഓസ്ട്രേലിയയിലെ കൊക്കോസ് ദ്വീപിൽ സ്ഥാപിക്കും. ഉണ്ടോ? ഇത് ഞാൻ നേരത്തെ കറണ്ട് അഫയർ ആയിട്ട് പറഞ്ഞതായിരുന്നു. ഓക്കെ. സർക്കാർ ജീവനക്കാർക്ക് നടപ്പിലാക്കിയ പുതിയ പെൻഷൻ പദ്ധതി ഏതാണ്? അഷ്വേർഡ് പെൻഷൻ പദ്ധതിയാണ്. ഏതാണ്? അഷ്വേർഡ് പെൻഷൻ പദ്ധതിയാണ്. 2026 ഏപ്രിൽ 1 മുതലാണ് അഷ്വേർഡ് പെൻഷൻ നിലവിൽ വന്നിരിക്കുന്നത്. ലോക വന്യജീവി ദിനം എന്നാണ്? മാർച്ച് 3 ലോക വന്യജീവി ദിനം. 2026 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഔഷധ സുഗന്ധ സസ്യങ്ങൾ, ആരോഗ്യം, പൈതൃകം, ഉപജീവന മാർഗങ്ങൾ എന്നിവയുടെ സംരക്ഷണം. ഉണ്ടോ? 2026 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയമാണിത്. ഹിമാലയ മേഖലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ജനുസിൽപ്പെട്ട ഭൂഗർഭജല മീനിന് നൽകിയ എന്താണ്? ഗിച്ചക് നാക്കാന. എന്താണ്? ഗിച്ചക് നാക്കാന എന്നാണ്. കോബിറ്റിഡെ കുടുംബത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ ജലമീൻ. കണ്ടോ? ഈ ജലമീൻ ഏത് കുടുംബത്തിൽ ഉൾപ്പെടുന്നതാണ്? കോബിറ്റിഡെ കുടുംബത്തിൽപ്പെടുന്ന ജലമീനാണ് ഗിച്ചക് നാക്കാന. കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് 2025 സർവകലാശാലകളിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ഏതാണ്? കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. കുസാറ്റ് ആണ് ഒന്നാമതെത്തിയിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് MG യൂണിവേഴ്സിറ്റിയും 3ാം സ്ഥാനത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമാണ്. ഉൾക്കടലിലുള്ള മീൻപിടുത്ത യാനങ്ങളിലെ തൊഴിലാളികൾക്ക് കരയിലേക്കും തിരിച്ച് ആശയവിനിമയം സാധ്യമാക്കുകയും മുന്നറിയിപ്പുകൾ ലഭ്യമാക്കുകയും ചെയ്യുന്ന സംവിധാനം ഏതാണ്? നഫ് മിത്ര. ഏതാണ്? നഫ് മിത്ര എന്നാണ് ആ സംവിധാനത്തിന്റെ പേര്. T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം ആരാണ്? ഫിൻ അലൻ. ന്യൂസിലൻഡിന്റെ ഫിൻ അലൻ ആണ് T20 ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 33 പന്തിൽ, എത്ര പന്തിലാണ്? 33 പന്തിൽ ആണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? സെഞ്ചുറി തികച്ചിരിക്കുന്നത്. ക്രിസ് ഗെയിലിന്റെ റെക്കോർഡാണ് മറികടന്നത് അല്ലെ. ഇതിനു മുമ്പ് ക്രിസ് ഗെയിൽ 47 ബോളിലായിരുന്നു സെഞ്ചുറി നേടിയിരുന്നത്. ഓക്കെ ആണല്ലോ. അടൽ ഇന്നവേഷൻ മിഷന്റെ കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഇന്നവേഷൻ മിഷൻ ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ത്രിപുരയിലാണ്. എവിടെയാണ്? ത്രിപുരയിലാണ്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV, സിഫിലിസ് എന്നിവ പകരുന്നത് പൂർണ്ണമായും ഇല്ലാതാക്കിയ ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യം ഏതാണ്? ഡെൻമാർക്ക് ആണ്. ഏതാണ്? ഡെൻമാർക്ക്. രാജസ്ഥാനിലെ ഏക ഹിൽ സ്റ്റേഷനായ
മൗണ്ട് അബുവിന്റെ പുതിയ പേരെന്ത്? എന്താണ്? അബുരാജ്. അബുരാജ് ആണ് രാജസ്ഥാനിലെ ഏക ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബുവിന്റെ പുതിയ പേര്, അബുരാജ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഇടക്കാല പ്രസിഡന്റ് ആൻഡ് സിഇഒ ആയി നിയമിതനായത് ആരാണ്? അലോയിസ് സ്വിങ്കി ആണ്. ആരാണ്? അലോയിസ് സ്വിങ്കി. എപ്സ്റ്റീൻ ഫയൽസ് വിവാദത്തെ തുടർന്ന് ബോർജ് ബ്രണ്ടെ, കണ്ടോ നേരത്തെ ആരായിരുന്നു? ബോർജ് ബ്രണ്ടെ ആയിരുന്നു. ബോർജ് ബ്രണ്ടെ രാജിവെച്ച ഒഴിവിലേക്കാണ് ആര് വന്നിരിക്കുന്നത്? സ്വിങ്കി പ്രസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ ഡിജിറ്റൽ സേവനങ്ങൾ ഒരൊറ്റ കുടക്കീഴിലാക്കുന്നതിനായി പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? റെയിൽ വൺ ആണ്. ഏതാണ്? റെയിൽ വൺ ആണ് പുതിയ ആപ്ലിക്കേഷൻ. അപ്പൊ എല്ലാം കൂടെ എന്താണ്? ഒരൊറ്റ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിരിക്കുകയാണ്. അതാണ് റെയിൽ വൺ ആപ്പ്. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത ഏതാണ്? കോഴിക്കോട് വയനാട്. കോഴിക്കോട് വയനാട് ഇരട്ട തുരങ്കപാതയാണ് ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത. ഇന്ത്യയിലെ ദൈർഘ്യമേറിയ രണ്ടാമത്തെ ടിൻ ട്യൂബ് ടണൽ കൂടിയാണ് ഈ കോഴിക്കോട് വയനാട് ഇരട്ട തുരങ്കപാത. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? മേതിൽ രാധാകൃഷ്ണനാണ്. ആരാണ്? മേതിൽ രാധാകൃഷ്ണനാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 3 ലക്ഷം രൂപയാണ്. എത്ര രൂപയാണ്? 3 ലക്ഷം രൂപയാണ്. താളിയോല ഗവേഷണങ്ങൾക്കായി ഇന്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലാണ് എന്താണ്? ആർക്കൈവ്സ് ഹെറിറ്റേജ് സെന്റർ നിലവിൽ വരുന്നത്. 2026 ഫെബ്രുവരിയിൽ ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പദവി കൈവരിച്ച കേരളത്തിലെ നഗരസഭ ഏതാണ്? വർക്കല നഗരസഭയാണ്. ഏതാണ്? വർക്കല നഗരസഭ. അടുത്തിടെ വൻജീവി ദീദി സമൂഹാധിഷ്ഠിത വന്യജീവി സംരക്ഷണ പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? പലമാവു ടൈഗർ റിസർവ്. ജാർഖണ്ഡിലെ പലമാവു ടൈഗർ റിസർവിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആവിഷ്കരിച്ച പ്രത്യേക ശാസ്ത്ര പരിശീലന പരിപാടി ഏതാണ്? യുവവിജ്ഞാനി കാര്യക്രം. യുവവിജ്ഞാനി കാര്യക്രമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഹൈ സെക്യൂരിറ്റി ഡേറ്റാ സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? ഭുവനേശ്വറിലാണ്. എവിടെയാണ്? ഭുവനേശ്വറിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഹൈ സെക്യൂരിറ്റി ഡാറ്റാ സെന്റർ നിലവിൽ വന്നത്. പ്രൈമറി ഡേറ്റാ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഖാർഖറിലാണ്. നവി മുംബൈയിലെ ഖാർഖറിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൈമറി ഡേറ്റാ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. 2026 ഫെബ്രുവരിയിൽ ഉത്തരാഖണ്ഡിലെ ചൗബാട്ടിയയിൽ അരങ്ങേറുന്ന 7ാമത് ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? ധർമ്മ ഗാർഡിയൻ. ധർമ്മ ഗാർഡിയൻ. ചീറ്റകൾ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമായതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 1952. 1952 ചീറ്റകൾ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായതായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 2026 മാർച്ചിൽ അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും നയതന്ത്രജ്ഞനും രാജ്യസഭാ അംഗവുമായിരുന്ന വ്യക്തി ആരാണ്? HK ദുവയാണ്. ആരാണ്? HK ദുവ. 2008 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിക്കുകയുണ്ടായി. ശ്രീലങ്കൻ തീരത്ത് വെച്ച് US തകർത്ത ഇറാൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിന്റെ പേരെന്ത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഐറിസ് ദേന. യുദ്ധക്കപ്പലിന്റെ പേരെന്താണ്? ഐറിസ് ദേന. 2026 ഫെബ്രുവരിയിൽ വിശാഖപട്ടണത്ത് നടന്ന മിലൻ 2026 ഇത് ഞാൻ നേരത്തെ കറണ്ട് അഫയേഴ്സിലൊക്കെ പറയുണ്ടായ കാര്യമാണ്. മിലൻ 2026 പങ്കെടുത്തിട്ട് തിരിച്ചു മടങ്ങിയ കപ്പലിനെയാണ് US എന്ത് ചെയ്തിരിക്കുന്നത്? ആക്രമിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് ആക്രമണങ്ങളെ ഭസ്മമാക്കിയ വ്യോമ പ്രതിരോധ സംവിധാനം ഏതാണ്?
S-400 ആണ്. ഏതാണ്? S-400. 2026 മാർച്ചിൽ 5 S-400 കൂടി റഷ്യയിൽ നിന്ന് വാങ്ങാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. 400 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഡ്രോണുകളും വിമാനങ്ങളും വീഴ്ത്താൻ ഇതിന് കഴിയുമെന്നതാണ് S-400ന്റെ പ്രത്യേകത. ഒരേ സമയം 200-ലേറെ ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും 36 ലക്ഷ്യങ്ങളെ തകർക്കാനും ഇതിന് സാധിക്കും. ഡോക്ടർ BR അംബേദ്കർ ഇന്റർനാഷണൽ അക്കാദമിക് ചെയർ ആരംഭിക്കുന്നത് എവിടെയാണ്? ETCയിലെ കില IHRD ക്യാമ്പസ് കൊട്ടാരക്കര. കണ്ടോ? IHRD ക്യാമ്പസ് കൊട്ടാരക്കരയിലെ IHRD ക്യാമ്പസിലെ ETC കിലയിലാണ് സ്ഥാപിക്കുന്നത്. രാജ്യത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഏതാണ്? കൊല്ലം ജില്ലയാണ് രാജ്യത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ല. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ മലയാളമാക്കാൻ നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ അംഗീകാരം നൽകിയത് എന്നാണ്? 2026 മാർച്ച് 4-ാം തീയതിയാണ് ബില്ല് ഗവർണർ അംഗീകാരം നൽകിയത്. കേരള ഗവർണർ ആരാണ്? RV ആർലേക്കർ ആണ്. ആരാണ്? RV ആർലേക്കർ ആണ്. ICC വനിതാ ഏകദിന റാങ്കിങ്ങിൽ 1ാമതെത്തിയ ഇന്ത്യൻ താരം ആരാണ്? സ്മൃതി മന്ദാനയാണ്. ആരാണ്? സ്മൃതി മന്ദാന. റാങ്കിംഗ് പട്ടികയിലുള്ള മറ്റ് ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും ജമീമ റോഡ്രിഗസും. കണ്ടോ? ഹർമൻപ്രീത് കൗർ 9ാം സ്ഥാനത്തും ജമീമ 12ാം സ്ഥാനത്തുമാണ്. ബൗളർമാരിൽ 1ാമതാരാണ്? അലാന കിങ് ആണ്. ഓസ്ട്രേലിയയുടെ അലാന കിങ് ആണ് 1ാം സ്ഥാനത്തുള്ളത്. 2026 ഫിഫ ലോകകപ്പിനായുള്ള ഔദ്യോഗിക പന്തിന്റെ പേര് എന്താണ്? ട്രയോണ്ട. എന്താണ്? ട്രയോണ്ട എന്നാണ് 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര്. ട്രയോണ്ട. ട്രയോണ്ട നിർമ്മിച്ചത് ആരാണ്? അഡിഡാസ് ആണ്. ആരാണ് നിർമ്മിച്ചിരിക്കുന്നത്? അഡിഡാസ് ആണ് ട്രയോണ്ട നിർമ്മിച്ചിരിക്കുന്നത്. സ്പാനിഷിൽ 3 തിരകൾ എന്നാണ് ട്രയോണ്ട എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത്. 2026 മാർച്ചിൽ അന്തരിച്ച സോഷ്യലിസ്റ്റും മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വ്യക്തി ആര്? KP ഉണ്ണികൃഷ്ണനാണ്. KP ഉണ്ണികൃഷ്ണൻ 1971 മുതൽ 1996 വരെ 25 വർഷം വടകരയിൽ നിന്ന് ലോകസഭാ അംഗമായിരുന്നു. ആര്? KP ഉണ്ണികൃഷ്ണൻ. കുട്ടികളിലെ കാഴ്ചക്കുറവ് പരിഹരിക്കാൻ കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ദൃഷ്ടി പദ്ധതിയാണ്. ഏതാണ്? ദൃഷ്ടി പദ്ധതിയാണ്. നാവികസേനയ്ക്ക് വേണ്ടി ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന കരയിൽ നിന്ന് ആകാശത്തേക്ക് പ്രഹരിക്കാനുള്ള ഹ്രസ്വദൂര മിസൈൽ ഏതാണ്? ഷിൽ മിസൈൽ ആണ്. ഏതാണ്? ഷിൽ മിസൈൽ. 2026 2020 ലോകകപ്പ് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ഇന്ത്യക്കാണ് ലഭിച്ചിരിക്കുന്നത്. ജേതാക്കൾ ആരായിരുന്നു? ഇന്ത്യ ആയിരുന്നു. കളിയിലെ ആരായിരുന്നു? ജാസ്പ്രീത് ബുംറയാണ് മാൻ ഓഫ് ദി മാച്ച്. ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് ആരായിരുന്നു? ജാസ്പ്രീത് ബുംറ. ടൂർണമെന്റിലെ മികച്ച താരം ആരായിരുന്നു? സഞ്ജു സാംസൺ ആണ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. ഫൈനലിന് വേദിയായത് എവിടെയാണ്? അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. ഇന്ത്യൻ ക്യാപ്റ്റൻ ആരായിരുന്നു? സൂര്യകുമാർ യാദവ് ആണ്. ആരാണ്? സൂര്യകുമാർ യാദവ് ആണ്. ഇന്ത്യൻ കോച്ച് ആരായിരുന്നു? ഗൗതം ഗംഭീർ. 2026 മാർച്ചിൽ നിയമിതനായ ബംഗാൾ ഗവർണർ ആരാണ്? RN രവി ആണ്. ആരാണ്? RN രവി. 2026 മാർച്ചിൽ നിയമിതനായ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരി. സുശ്രുത് അരവിന്ദ് ധർമാധികാരിയാണ്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുവാനും തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്താനും ലക്ഷ്യമിട്ട് പോലീസ് നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സൈഹണ്ട് ആണ്. ഏതാണ്? ഓപ്പറേഷൻ സൈഹണ്ട്. മലയാള സിനിമയിലെ ആദ്യ നായിക PK റോസിയുടെ പേരിൽ സ്ത്രീകൾക്കായി ഫിലിം സൊസൈറ്റി ആരംഭിച്ചത് എവിടെയാണ്? കോഴിക്കോടാണ്. എവിടെയാണ്?
കോഴിക്കോടാണ്. 2027 ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ ഉപകരണങ്ങളുടെ ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? പ്രഗതിയും വികാസുമാണ്. പ്രഗതിയും വികാസ്. പ്രഗതി സ്ത്രീ എന്യൂമറേറ്ററിനെയും വികാസ് പുരുഷ എന്യൂമറേറ്ററിനെയും സൂചിപ്പിക്കുന്നു. കേരളവും കർണാടകയുമായി കൈകോർത്ത് കഴുകന്മാരുടെ കണക്കെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഏതാണ്? തമിഴ്നാട്. 2026 മാർച്ചിൽ 6G മൊബൈൽ നെറ്റ്വർക്ക് സജ്ജമാക്കാൻ ഇന്ത്യ ഏത് രാജ്യവുമായാണ് കരാറിലെത്തിയിരിക്കുന്നത്? ഏത് രാജ്യമാണ്? ഫിൻലാൻഡുമായിട്ടാണ്. ഏത് രാജ്യവുമായിട്ടാണ്? ഫിൻലാൻഡ്. എയർപോർട്ട് കൗൺസിലിന്റെ ഇന്റർനാഷണൽ നൽകുന്ന 2025 എയർപോർട്ട് സർവീസ് ക്വാളിറ്റി ASQ പുരസ്കാരത്തിന്റെ ബെസ്റ്റ് എയർപോർട്ട് അറ്റ് അറൈവൽ പദവി ലഭിച്ച വിമാനത്താവളം ഏതാണ്? ബാംഗ്ലൂരു വിമാനത്താവളമാണ്. ഉണ്ടോ? ബെസ്റ്റ് എയർപോർട്ട് അറ്റ് അറൈവൽ. സ്വയം സഹായ സംഘങ്ങളിലൂടെ ഭിന്നശേഷിക്കാരുടെയും കുടുംബങ്ങളുടെയും സമഗ്ര പുനരധിവാസം ലക്ഷ്യമിടുന്ന കുടുംബശ്രീ മാതൃകയിലുള്ള പദ്ധതി ഏതാണ്? സുശക്തി മിഷൻ. ഏതാണ്? സുശക്തി മിഷനാണ്. കുട്ടികളിലെ മൊബൈൽ ആസക്തി കുറയ്ക്കാൻ വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ വിലക്കേർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടകയും ആന്ധ്രാപ്രദേശുമാണ്. കർണാടകയില് 16 വയസ്സിന് താഴെയുള്ള കുട്ടികളിലും ആന്ധ്രാപ്രദേശിൽ 13 വയസ്സിന് താഴെയുള്ള കുട്ടികളിലുമാണ് മൊബൈൽ ആസക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ എന്ത് ചെയ്തിരിക്കുന്നത്? വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ എൻവിഡിയ AI ഫാക്ടറി പ്രവർത്തന സജ്ജമാക്കിയത് എവിടെയാണ്? കാക്കനാട് സ്മാർട്ട് സിറ്റി കൊച്ചി. അല്ല, കൊച്ചിയിലെ കാക്കനാട് സ്മാർട്ട് സിറ്റിയിലാണ്. ജൂലൈ 1 മുതൽ 50,000 രൂപ വരെ ഉൾപ്പെടെ ഡിജിറ്റൽ തട്ടിപ്പിന് ഇരയായവർക്ക് എത്ര രൂപ വരെ ഒറ്റത്തവണ നഷ്ടപരിഹാരം നൽകാനാണ് RBI തീരുമാനിച്ചിരിക്കുന്നത്? എത്ര ആണ്? 25,000 രൂപ വരെ ഒറ്റത്തവണ നഷ്ടപരിഹാരം നൽകാനാണ് RBI തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഒരു തവണ മാത്രമേ നഷ്ടപരിഹാരത്തിന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ഇന്ത്യ കൊച്ചിയിൽ അഭയം നൽകിയ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഏതാണ്? IRIS ലാവൻ. IRIS ലാവൻ ആണ്. ജൻസി നേതൃത്വത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ശേഷം നേപ്പാളിൽ നടക്കുന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നേടിയ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി നേതാവ് ആരാണ്? റാപ്പർ ബലേന്ദ്ര ഷാ. ഇപ്പോൾ അവിടെ നേപ്പാളിലെ പ്രധാനമന്ത്രി ആരാണ്? റാപ്പർ ബലേന്ദ്ര ഷായാണ്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽ സ്ഥാപിതമായത് എവിടെയാണ്? തോന്നയ്ക്കൽ ബയോ 360 ലൈഫ് സയൻസ് പാർക്ക് തിരുവനന്തപുരത്തെ തോന്നയ്ക്കൽ ബയോ 360 ലൈഫ് സയൻസ് പാർക്കിലാണ്. ബന്ദിപ്പൂരിൽ വന്യജീവികളെ തുരത്താൻ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്താണ്? കാടിന മിത്ര. കാടിന്റെ സുഹൃത്തുക്കൾ എന്നാണ് അർത്ഥം. SBI ലൈഫ് ബ്രാൻഡ് അംബാസഡർമാരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആരൊക്കെയാണ്? രവീന്ദ്ര ജഡേജയും ഋഷഭ് പന്തിനെയുമാണ്. അടുത്തിടെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ ലേജിം ഏത് സംസ്ഥാനത്തെ പരമ്പരാഗത നാടോടി നൃത്തമാണ്? കണ്ടോ? അപ്പൊ ലേജിം ഇത് ഓർത്ത് വയ്ക്കുക. ലേജിം എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തെ പരമ്പരാഗത നാടോടി നൃത്തമാണ്? എവിടത്തെയാണ്? മഹാരാഷ്ട്രയിലെയാണ്. കുഷ്ഠരോഗം ഇല്ലാതാക്കിയതായി ഔദ്യോഗികമായി നിരീക്ഷിക്കപ്പെട്ട അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും രാജ്യമായി മാറിയിരിക്കുന്നത് ചിലിയാണ്. ആരാണ്? ചിലി. കണ്ടോ? ഫസ്റ്റ് ആരാണ്? ജോർദാനാണ് എന്താണ്? ഔദ്യോഗികമായിട്ട് കുഷ്ഠരോഗം ഇല്ലാതാക്കിയ ആദ്യ രാജ്യം അല്ലെ. അതുപോലെ തന്നെ ഹാൻസൺ രോഗം എന്നും അറിയപ്പെടുന്ന കുഷ്ഠരോഗം
മൈക്കോബാക്ടീരിയം ലെപ്രെ എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു വിട്ടുമാറാത്ത പകർച്ചവ്യാധിയാണ്. ഏതാണ്? മൈക്കോബാക്ടീരിയം ലെപ്രെ. കണ്ടോ, അതാണ് കുഷ്ഠരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ, മൈക്കോബാക്ടീരിയം ലെപ്രെ. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ഭാഗ്യചിഹ്നം എന്താണ്? മോർവീർ ആണ്. ഭാഗ്യചിഹ്നം എന്താണ്? മോർവീർ ആണ്. കായിക മന്ത്രി ആരാണ്? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആണ്. വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീ ശാക്തീകരണ സന്ദേശവുമായി കർത്തവ്യപഥിൽ സംഘടിപ്പിച്ച പദയാത്ര ഏതാണ്? ശക്തി വോക്കാണ്. ഏതാണ്? ശക്തി വോക്ക്. സാംസ്കാരിക വകുപ്പ് നിർമ്മിക്കുന്ന മഹാകവി ചെറുശ്ശേരി സ്മാരകം എവിടെയാണ്? കണ്ണൂരിലെ ചിറക്കലാണ്. സംസ്ഥാന ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി അവാർഡും നാഷണൽ സേഫ്റ്റി കൗൺസിലിന്റെ ശ്രേഷ്ഠ പുരസ്കാരവും നേടിയത് ആരാണ്? മാൻ കാൻകോർ ആണ്. മാൻ കാൻകോർ. കാൽസ്യം കുറവ് പരിഹരിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഉൾപ്പെടെ പോഷക ഔഷധങ്ങൾ വികസിപ്പിച്ചത് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ്. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ്. ഫോർമുല 1 കാറോട്ട സീസൺ തുടക്കം കുറിച്ച് നടന്ന ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയിരിക്കുന്നത് ജോർജ് റസ്സലാണ്. ജോർജ് റസ്സലാണ്. ഫോർമുല 1 കാറോട്ട സീസൺ തുടക്കം കുറിച്ച് നടന്ന ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയത് ആരാണ്? ജോർജ് റസ്സലാണ്. ആരാണ്? ജോർജ് റസ്സലാണ്. ഭിന്നശേഷി കുട്ടികൾക്ക് 7 ദിവസം വരെ സുരക്ഷിതമായി താമസിക്കുന്നതിന് സാമൂഹ്യ ക്ഷേമ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? റെസ്പൈറ്റ് ഹോമുകൾ. എന്താണ്? റെസ്പൈറ്റ് ഹോമുകൾ. രക്ഷിതാക്കൾക്ക് ദൂരയാത്രകളോ മറ്റ് അടിയന്തര ആവശ്യങ്ങളോ ഉണ്ടാവുമ്പോൾ കുട്ടികളെ സുരക്ഷിതരാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. മനസ്സിലായല്ലോ? 2026 മാർച്ചിൽ ഇന്ത്യ ബ്രഹ്മോസ് ക്രൂസ് മിസൈൽ ഇടപാട് നടത്തിയത് ഏത് രാജ്യവുമായാണ്? ഏത് രാജ്യവുമായാണ്? ഇന്തോനേഷ്യയുമായാണ്. ഏത് രാജ്യവുമായാണ്? ഇന്തോനേഷ്യയുമായാണ്. ഫിലിപ്പീൻസിന് ശേഷം മിസൈൽ വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഏത്? ഇന്തോനേഷ്യ. വനിതകളുടെ സുരക്ഷയും സാമ്പത്തിക ശാക്തീകരണവും ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏതൊക്കെയാണ്? പിങ്ക് മൊബിലിറ്റി പദ്ധതിയും റാപ്പിഡോ ശക്തി പദ്ധതിയും. ഏതൊക്കെയാണ്? പിങ്ക് മൊബിലിറ്റി പദ്ധതിയും റാപ്പിഡോ ശക്തി പദ്ധതിയും. സ്ത്രീകളെ പ്രൊഫഷണൽ റൈഡർമാരാക്കി ഗതാഗത മേഖലയിലേക്ക് എത്തിക്കുന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തത് ആരാണ്? മുജ്തബ ഖമനേയി. ആരാണ്? മുജ്തബ ഖമനേയി ആണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഏത് കടലിടുക്കാണ് അടച്ചിട്ടിരിക്കുന്നത്? ഏത് കടലിടുക്കാണ്? ഹോർമൂസ് കടലിടുക്ക്. വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും കന്നുകാലികളെയും ഇടനിലക്കാരില്ലാതെ വാങ്ങാനും വിൽക്കാനുമായി കേരള മൃഗസംരക്ഷണ വകുപ്പ് പുറത്തിറക്കിയ പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേരെന്ത്? എന്താണ്? ലാപ്ടോപ്പ് എന്നാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേര്. എന്താണ്? ലാപ്ടോപ്പ്. പൂർണ്ണരൂപം എന്താണ്? ലൈവ് സ്റ്റോക്ക് ആൻഡ് പെറ്റ്സ് ട്രേഡിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. ലൈവ് സ്റ്റോക്ക് ആൻഡ് പെറ്റ്സ് ട്രേഡിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. മെറ്റയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഏറ്റവും അധികം ഇരയാകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 2ാം സ്ഥാനത്താണ്. ആഗോളതലത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഏറ്റവും അധികം ഇരയാകുന്നവരിൽ 1ാം സ്ഥാനം ആരാണ്? അമേരിക്കയാണ്. 1ാം സ്ഥാനം ആരാണ്? അമേരിക്കയാണ്. അടുത്തിടെ തങ്ങളുടെ ആസ്ഥാനം സിംഗപ്പൂരിൽ നിന്നും ഔദ്യോഗികമായി ഇന്ത്യയിലേക്ക് മാറ്റിയ പ്രമുഖ ഇ കൊമേഴ്സ് കമ്പനി ഏതാണ്? ഫ്ലിപ്കാർട്ട് ആണ്. ഏതാണ്? ഫ്ലിപ്കാർട്ട്. മനസ്സിലായല്ലോ? ഇങ്ങനെ ആസ്ഥാനം മാറ്റുന്നതിനെ പറയുന്ന പേരാണ് റിവേഴ്സ് ഫ്ലിപ്പ്.
BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? രാഹുൽ ദ്രാവിഡ് ആണ്. ആരാണ്? രാഹുൽ ദ്രാവിഡ്. രാഹുൽ ദ്രാവിഡ് ആയിരുന്നു ഇന്ത്യയുടെ മുൻ കോച്ചും. ഓക്കെ ആണല്ലോ. ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരുഷ വിഭാഗത്തിൽ മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? ശുഭ്മാൻ ഗില്ലിനാണ്. ആർക്കാണ്? ശുഭ്മാൻ ഗില്ലിനാണ്. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജന്റുകൾക്ക് മാത്രമായി നിർമ്മിച്ച മോൾട്ട് ബുക്ക് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയ ടെക് കമ്പനി ഏതാണ്? മെറ്റയാണ്. ഏതാണ്? മെറ്റയാണ് മോൾട്ട് ബുക്ക് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയത്. 50 വർഷത്തിന് ശേഷം അമേരിക്കയിൽ നിർമ്മിക്കാൻ പോകുന്ന ആദ്യ എണ്ണ ശുദ്ധീകരണശാലയുമായി ബന്ധപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച $300 ബില്യൺ ചരിത്രപരമായ കരാറിൽ പങ്കാളിയാകുന്ന ഇന്ത്യൻ കമ്പനി ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. 2026 മാർച്ചിൽ കോൾഡ് റെസ്പോൺസ് കണ്ടോ ആർട്ടിക് സൈനിക അഭ്യാസം ആരംഭിച്ചത് ഏത് സംഘടനയാണ്? നേറ്റോ ആണ്. ആരാണ്? നേറ്റോയാണ് കോൾഡ് റെസ്പോൺസ് എന്ന ആർട്ടിക് സൈനിക അഭ്യാസം ആരംഭിച്ചത്. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ KSHBയുടെ മറൈൻ ഇക്കോസിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെ? മറൈൻ ഇക്കോസിറ്റി ആയതുകൊണ്ട് എവിടെ തന്നെയാണ്? കൊച്ചിയിലാണ്. മറൈൻ ഡ്രൈവും കൊച്ചി തന്നെയല്ലേ? അങ്ങനെ ഓർത്താൽ മതി. ഇന്ത്യയിലെ ആദ്യ LGBTQIA പാർലമെന്റ് അംഗമായി അടുത്തിടെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കണ്ടോ? LGBTQIA അല്ലെ? അതിന്റെ പാർലമെന്റ് അംഗമായിട്ട് അടുത്തിടെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തത് ആരാണ്? മേനക ഗുരുസ്വാമിയാണ്. ആരെയാണ്? മേനക ഗുരുസ്വാമിയാണ്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പശ്ചിമ ബംഗാളിൽ നിന്നുമാണ് ഇവർ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനാകുന്നത് ആരാണ്? KG സനൽകുമാർ ആണ്. നാല് വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി നൂതന കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏതാണ്? K-Learn. ഏതാണ്? K-Learn എന്നാണ് നൂതന 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായിട്ട് നൂതന കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് K-Learn. ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ IPRI റിപ്പോർട്ട് പ്രകാരം ആയുധ ഇറക്കുമതിയിൽ ലോകത്ത് 2ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. കണ്ടോ? ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ആയുധ ഇറക്കുമതിയിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. ആയുധ ഇറക്കുമതിയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ആരാണ്? യുക്രൈൻ ആണ്. ആരാണ്? യുക്രൈൻ ആണ് ആയുധ ഇറക്കുമതിയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം. സാംസ്കാരിക വകുപ്പിന് വേണ്ടി ഗുരു ഗോപിനാഥ് നടനഗ്രാമം ഏർപ്പെടുത്തിയ ദേശീയ നാട്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? VP ധനഞ്ജയനും ശാന്ത ധനഞ്ജയനും. VP ധനഞ്ജയനും ശാന്ത ധനഞ്ജയനും. കേരള നടനം സബര്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? അംബിക മോഹനനാണ്. ആരാ? അംബിക മോഹൻ. ഭൂമിക്ക് ചുറ്റുമുള്ള റേഡിയേഷൻ ബെൽറ്റുകളെ കുറിച്ച് പഠിക്കാൻ 2012 ആഗസ്റ്റിൽ നാസ വിക്ഷേപിച്ച ഏത് പേടകമാണ് ഭൂമിയിലേക്ക് പതിക്കുന്നത്? ഏത് പേടകമാണ്? അലൻ പ്രോബെ. ഏതാണ്? അലൻ പ്രോബയെ ആണ് ഭൂമിയിലേക്ക് പതിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില വിലയിരുത്താനായി നീതി ആയോഗ് പുറത്തിറക്കിയ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ 18 പ്രധാന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാം സ്ഥാനത്താണ്? 15ാം സ്ഥാനത്താണ്. എത്രാം സ്ഥാനത്താണ്? 15ാം സ്ഥാനത്ത്. ഏറ്റവും പിന്നിലുള്ള 4 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം അല്ലെ? ഈ വിഭാഗത്തിന് 4 സംസ്ഥാനങ്ങളെ പറയുന്ന പേരാണ് ആസ്പിരേഷണൽ വിഭാഗം. ഏതാണ്? ആസ്പിരേഷണൽ വിഭാഗം. 2023-24 സാമ്പത്തിക നിലയാണ് പരിഗണിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ 1ാമതുള്ള സംസ്ഥാനം ഏതാണ്?
ഒഡീഷയാണ്. ഏതാണ്? ഒഡീഷയാണ് സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ ഒന്നാമതുള്ള സംസ്ഥാനം. പ്രവാസി കേരളീയർക്കുള്ള സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? നോർക്ക കെയർ പ്ലസ് ആണ്. ഏതാണ്? നോർക്ക കെയർ പ്ലസ്. 1 കോടി രൂപ വരെയുള്ള പരിരക്ഷയാണ് പദ്ധതി വഴി ലഭിക്കുക. 1 കോടി രൂപ വരെയുള്ള പരിരക്ഷയാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുക. നോർക്ക കെയർ പ്ലസ്. 2026 മാർച്ചിൽ ആൺ പെൺ ലക്ഷണങ്ങൾ ഒരേ ശരീരത്തിൽ കാണുന്ന അപൂർവ ഇനം ഞണ്ടിനെ കണ്ടെത്തിയത് എവിടെയാണ്? സൈലന്റ് വാലിയിലാണ്. കണ്ടോ? എന്നുവെച്ചാൽ ആ ഞണ്ട് പകുതി ആണും പകുതി പെണ്ണും അല്ലെ, ആ രീതിയിലാണ് ആ ഞണ്ടിനെ കണ്ടെത്തിയിരിക്കുന്നത്. ആണിന്റെയും പെണ്ണിന്റെയും ലക്ഷണങ്ങൾ ഒരേ സമയം കാണിക്കുന്ന ജീവശാസ്ത്ര പ്രതിഭാസത്തെ വിളിക്കുന്നത് എന്താണ്? ഗൈനാൻഡ്രോമോർഫിസം എന്നാണ്. എന്താണ്? ഗൈനാൻഡ്രോമോർഫിസം എന്നാണ്. ആണിന്റെയും പെണ്ണിന്റെയും ലക്ഷണങ്ങൾ ഒരേ സമയം കാണിക്കുന്നതിന് ജീവശാസ്ത്ര പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഗൈനാൻഡ്രോമോർഫിസം. ഗൈനാൻഡ്രോമോർഫിസം. പശ്ചിമഘട്ടത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രം കാണുന്ന ഏത് അപൂർവ ഇനം ഞണ്ടുകളിലാണ് പഠനം നടത്തിയത്? ഏതാണ്? വെലാകാർലി. ഏതാണ്? വെലാകാർലി എന്ന് പറയുന്ന ഇനം ഞണ്ടിലാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത്. 2026 മാർച്ചിൽ സുപ്രീം കോടതി ഇന്ത്യയിലെ ആദ്യത്തെ ദയാവധത്തിന് അനുമതി നൽകി. അല്ലെ, 12 വർഷത്തോളമായി അബോധാവസ്ഥയിൽ കഴിയുന്ന ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് സ്വദേശിയായ 32-കാരൻ ആരാണ്? ഹരീഷ് റാണയ്ക്കാണ് ദയാവധത്തിനുള്ള അനുമതി ലഭിച്ചത്. അല്ലെ, ഹരീഷ് റാണ 12 വർഷത്തോളമായിട്ട് കോമയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അല്ലെ, ഇപ്പൊ 2026 മാർച്ചിലാണ് സുപ്രീം കോടതി ഇന്ത്യയിലെ ആദ്യത്തെ ദയാവധം പ്രഖ്യാപിച്ചത്. 2026 മാർച്ചിൽ. ആർക്കാണ്? ഹരീഷ് റാണയ്ക്ക്. കേട്ടോ, ആർക്കാണ്? ഹരീഷ് റാണയ്ക്ക്. ദയാവധം നിയമപരമായി അംഗീകരിച്ച ആദ്യ രാജ്യം ഏതാണ്? നെതർലൻഡ് ആണ്. എന്നാണ് അംഗീകരിച്ചത്? 2002 നെതർലൻഡ് ദയാവധം നിയമപരമായിട്ട് അംഗീകരിച്ചത്. 5 വർഷം മുമ്പ് പെരുവണ്ണാമൂഴി വനമേഖലയിൽ കണ്ടെത്തിയ അപൂർവ ഇനം ത്രിവർണ തുമ്പി ഏതാണ്? ലിറയോതെമീസ് അബ്രഹാമി. ഏതാണ്? ലിറയോതെമീസ് അബ്രഹാമിയാണ്. 2025 തുമ്പിയെ വീണ്ടും കണ്ടെത്തിയ വനമേഖല ഏതാണ്? ആറളം വനമേഖലയാണ്. എവിടെയാണ്? ആറളം വനമേഖലയാണ്. തുമ്പിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ലിറിയോതെമീസ് അബ്രഹാമി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. 2036 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി 2036 മരങ്ങൾ വീതം നടാൻ തീരുമാനിച്ചത് ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആണ് 2036 ഒളിമ്പിക് നടത്താൻ, അല്ലെ, ആതിഥേയത്വം വഹിക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് 2036 വൃക്ഷങ്ങൾ വീതം നടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒളിമ്പിക് ദിനം എന്നാണ്? ജൂൺ 23 ഒളിമ്പിക് ദിനം. അല്ലെ, രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിതമായ വർഷം എന്നാണ്? 1894 ജൂൺ 23. അതുകൊണ്ടാണ് ഒളിമ്പിക് ദിനം ജൂൺ 23. കണ്ടോ? അപ്പൊ വർഷം പുറത്തിരുന്നാൽ 1894. 2026 മാർച്ചിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? VP സാനു ആണ്. ആരാണ്? VP സാനു. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ആകുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ആരാണ്? ഡോക്ടർ കെ സിന്ധു ആണ്. ആരാണ്? ഡോക്ടർ കെ സിന്ധു. 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? വൈരമുത്തു ആണ്. ആരാണ്? വൈരമുത്തു ആണ്. തമിഴിലെ പ്രശസ്ത കവിയും കഥാകൃത്തും ഗാനരചയിതാവുമാണ് ആര്? വൈരമുത്തു. ഫോർമുല 1 ചരിത്രത്തിൽ പോൾ പൊസിഷൻ ലഭിക്കുന്ന പ്രായം കുറഞ്ഞ ഡ്രൈവർ ആരാണ്? കിമി അന്റോണല്ലി. ഇറ്റലിയിലെ കിമി അന്റോണല്ലി ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ പോൾ പൊസിഷൻ ലഭിക്കുന്ന ഫോർമുല 1 താരം. 2026 മാർച്ചിൽ ഇൻഡിഗോ എയർലൈൻസിന്റെ CEO സ്ഥാനം രാജിവെച്ചത് ആരാണ്? പീറ്റർ എൽബേഴ്സ് ആണ്. ആരാണ്?
പീറ്റർ എൽബേഴ്സ്. ഗ്രാമപ്രദേശങ്ങളിലെ 20 ലക്ഷം വീടുകളിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് എത്തിക്കാനുള്ള പ്രോജക്റ്റ് ഗംഗ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏത്? ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. അടുത്ത തലമുറ റോവറുകൾ കണ്ടോ പരീക്ഷിക്കുന്നതിനായി ചൊവ്വ ഗ്രഹത്തിന് സമാനമായ സാഹചര്യങ്ങൾ നാസ പഠിക്കുന്നത് ഏത് ദ്വീപിലാണ്? ഏത് ദ്വീപിലാണ്? ഡെവോൺ ദ്വീപിലാണ്. ഏത് ദ്വീപിലാണ്? ഡെവോൺ ദ്വീപിലാണ്. കാനഡയിലെ നൂനാവട്ട് പ്രദേശത്താണ് ഡെവോൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കാനഡയിലെ നൂനാവട്ട് പ്രദേശത്ത് അല്ലെ. ഭൂമിയിൽ സ്ഥിരമായി മനുഷ്യവാസം ഇല്ലാത്ത ഏറ്റവും വലിയ ദ്വീപാണ് ഡെവോൺ ദ്വീപ്. കണ്ടോ? കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? എത്രാമതാണ്? ഏഴാമതാണ്. എത്രാമതാണ്? ഏഴാമതാണ്. പ്രതിവർഷം 5 ലക്ഷം കോടി രൂപയുടെ കാർഷിക ഭക്ഷ്യോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ട് ഇന്ത്യ ലോകത്ത് 7ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ലോകത്തിലെ ആദ്യത്തെ ഓട്ടോണമസ് മാരിടൈം ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സിസ്റ്റം സെന്റർ എവിടെയാണ് സ്ഥാപിക്കുന്നത്? എവിടെയാണ്? ജുവ്വലദിന്നെ, നെല്ലൂർ. ആന്ധ്രാപ്രദേശിലെ ജുവ്വലദിന്നയിലാണ്, അല്ലെങ്കിൽ നെല്ലൂർ എന്നാണ് പറയുന്നത്. മനുഷ്യരുടെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഇവിടെ പ്രധാനമായിട്ടും എന്ത് ചെയ്തിരിക്കുന്നത്? വികസിപ്പിക്കുന്നത്. അടുത്തിടെ സ്വന്തം കറൻസി നോട്ടുകളിൽ നിന്ന് പ്രമുഖ വ്യക്തികളുടെ ചിത്രങ്ങൾ ഒഴിവാക്കി പകരം തദ്ദേശീയമായ വന്യജീവികളുടെയും പ്രകൃതി ദൃശ്യങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമേത്? ഏതാണ്? ബ്രിട്ടനാണ്. ഏതാണ്? ബ്രിട്ടനാണ്. അപൂർവ രോഗം ബാധിച്ചവരെ തിരിച്ചറിയാനും അവർക്ക് ദീർഘകാല പരിചരണവും ഏകോപിത ചികിത്സയും ഉറപ്പാക്കാനുമായി കേരള ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏത്? ഏതാണ്? കെയർ പോർട്ടലാണ്. ഏതാണ്? കെയർ പോർട്ടലാണ്. കെയറിന്റെ പൂർണ്ണ രൂപം എന്താണ്? കേരള യുണൈറ്റഡ് അഗെയിൻസ്റ്റ് റെയർ ഡിസീസസ്. കേരള യുണൈറ്റഡ് അഗെയിൻസ്റ്റ് റെയർ ഡിസീസ് എന്നാണ് കെയറിന്റെ പൂർണ്ണ രൂപം. ഏഷ്യൻ ടെലികോം മാഗസിൻ സംഘടിപ്പിച്ച 2026 ഏഷ്യൻ ടെലികോം അവാർഡ്സിൽ ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദ ഇയർ കണ്ടോ, ബ്രോഡ്ബാൻഡ് കമ്പനി ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കേരള സർക്കാരിന്റെ പദ്ധതി ഏത്? ഏതാണ്? കെ ഫോൺ പദ്ധതിയാണ്. ഏതാണ്? കെ ഫോൺ പദ്ധതി. ഓക്കെ ആണല്ലോ. കെ ഫോണിന്റെ ഫുൾ ഫോം എന്താണ്? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് കെ ഫോണിന്റെ പൂർണ്ണ രൂപം. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഫയർഫ്ലൈ മിന്നാമിനുങ്ങ് ചെക്ക് ലിസ്റ്റ് പ്രകാരം രാജ്യത്ത് ആകെ എത്ര സ്പീഷീസുകളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? എത്രയാണ്? 92 സ്പീഷീസുകളെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കണ്ടെത്തിയിരിക്കുന്നത്. കണ്ടെത്തിയ സ്പീഷീസുകളിൽ 60%-ലധികവും എന്താണ്? ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. അത് മറ്റു രാജ്യങ്ങളിലൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കേരളത്തിലെ മരണാനന്തര അവയവദാതാക്കളുടെ സ്മാരകമായ വേവ് ഓഫ് ലൈഫ് ഉണ്ടോ, വേവ് ഓഫ് ലൈഫ് എവിടെയാണ് സ്ഥാപിക്കുന്നത്? എവിടെയാണ്? കൊച്ചിയിലാണ്. എവിടെയാണ് സ്ഥാപിക്കുന്നത്? കൊച്ചിയിലാണ് സ്ഥാപിക്കുന്നത്. മരണാനന്തര അവയവദാതാക്കളെ ആദരിക്കുന്നതിനായി നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ പേര് വേവ് ഓഫ് ലൈഫ് എന്നാണ്. കൊച്ചിയിലെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഇത് നിർമ്മിക്കുന്നത്. എവിടെയാണ്? കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് വേവ് ഓഫ് ലൈഫ് നിർമ്മിക്കുന്നത്. ഇത് കേരളത്തിലെ ആദ്യത്തെയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെയും അവയവദാതാക്കളുടെ സ്മാരകമാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സ്മാരകമാണ്, അവയവദാതാക്കളുടെ ആദ്യത്തെ സ്മാരകമാണ് വേവ് ഓഫ് ലൈഫ്. ഡൽഹി NCR മേഖലയിലെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട് 1985 ഫയൽ ചെയ്യപ്പെടുകയും നീണ്ട 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം അടുത്തിടെ സുപ്രീം കോടതി അവസാനിപ്പിക്കുകയും ചെയ്ത ചരിത്രപ്രധാനമായ കേസ് ഏതാണ്? MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. കണ്ടോ, MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ്. കേരളത്തിൽ 24/7 ഗുണനിലവാരമുള്ള വൈദ്യുതി ഉറപ്പാക്കാനും വൈദ്യുതി പ്രസരണ നഷ്ടം കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉപഭോക്താക്കളിലേക്ക് കാര്യക്ഷമമായി എത്തിക്കാനും
KSEB നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി ഏതാണ്? ട്രാൻസ്ഗ്രിഡ്. ഏതാണ്? ട്രാൻസ്ഗ്രിഡ് ആണ്. ട്രാൻസ്ഗ്രിഡ് 2.0. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ഭൗമ സൂചിക പദവിയുള്ള പ്രശസ്തമായ ജോഹ അരി ഏതരിയാണ്? ജോഹ അരി ഏത് സംസ്ഥാനത്തിന്റെയാണ്? ഏത് സംസ്ഥാനമാണ്? ആസാമിന്റെ ആണ് ജോഹ അരി. ഓസ്കാർ 2026 ഓസ്കാറിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. മികച്ച ചിത്രം ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. മികച്ച നടൻ മൈക്കൽ ബി ജോർദാൻ ആണ്. മികച്ച നടൻ ആരാണ്? മൈക്കൽ ബി ജോർദാൻ. സിന്നേഴ്സ് എന്ന ചിത്രത്തിൽ അഭിനയത്തിനാണ് മൈക്കൽ ബി ജോർദാന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച നടി ആരാണ്? ജെസ്സി ബക്ലി ആണ്. ഹാംനെറ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ജെസ്സി ബക്ലിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മികച്ച സംവിധായകൻ ആരാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിന്റെ സംവിധായകനായ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. ആരാണ്? പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. ആരവല്ലി മലനിരകളെ നിർവചിക്കുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച 10 അംഗ ഉന്നതാധികാര വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ ആരാണ്? കാഞ്ചൻ ദേവിയാണ്. ആരാണ്? കാഞ്ചൻ ദേവിയാണ്. ആരവല്ലി മലനിരകളെ നിർവചിക്കുന്നതിനായിട്ട് സുപ്രീം കോടതി നിയോഗിച്ച 10 അംഗ സമിതിയുടെ അധ്യക്ഷ. 2026 മാർച്ചിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമായ നൊവാഡോ ഒജോസ് ഡെൽ സലാഡോ. അപ്പൊ നോക്കി, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതം ഏത്? ചോദ്യമാണ്. പിടിച്ച ഉത്തരം എന്താണ്? നെവാഡോ ഒജോസ് ഡെൽ സലാഡോ. ഈ നെവാഡോ ഒജോസ് ഡെൽ സലാഡോ കീഴടക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിത എന്ന നേട്ടം കൈവരിച്ചിരിക്കുന്ന ആരാണ്? അർപ്പിത പത്രയാണ്. ആരാണ്? അർപ്പിത പത്രയാണ്. നീലഗിരിയിലെ ഗോത്ര വിഭാഗങ്ങളുടെ തനത് കലാരൂപമായ കുറുമ്പ ചിത്രകലയെ സംരക്ഷിക്കുന്നതിൽ നൽകിയ വിലപ്പെട്ട സംഭാവനകൾ പരിഗണിച്ച് 2026 മരണാനന്തരം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച കലാകാരൻ ആരാണ്? ആർ കൃഷ്ണനാണ്. ആരാണ്? ആർ കൃഷ്ണനാണ്. അപ്പൊ കുറുമ്പ ചിത്രകല എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാല് അല്ലെ, അത് ആരാണ് സപ്പോർട്ട് ചെയ്തത്? ആരാണ്? ആർ കൃഷ്ണനാണ്. ആരാണ്? ആർ കൃഷ്ണനാണ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? എൻ പ്രഭാകരനാണ്. ആർക്കാണ്? എൻ പ്രഭാകരനാണ്. നോവൽ ഏതാണ്? മായാ മനുഷ്യർ. ഏതാണ്? മായാ മനുഷ്യർ. ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ് ടുലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് പുഷ്പോത്സവം നടക്കുന്നത് ശ്രീനഗറിലെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് പൂന്തോട്ടത്തിലാണ്. പ്രശസ്തമായ ദാൽ തടാകത്തിന്റെ തീരത്താണ് ടുലിപ്പ് പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ആരാണ്? ഒമർ അബ്ദുള്ളയാണ്. ആരാണ്? ഒമർ അബ്ദുള്ളയാണ്. 2026 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ആർക്കാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2026 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ സതി ആപ്പ് ഏത് സ്ഥാപനവുമായി സഹകരിച്ചാണ് വികസിപ്പിച്ചത്? ഏത് സ്ഥാപനമാണ്? IIT കാൻപൂറുമായിട്ട് സഹകരിച്ചിട്ടാണ് വികസിപ്പിച്ചിരിക്കുന്നത്. സതിയുടെ ഫുൾ ഫോം എന്താണ്? സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാം. എന്താണ്? സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാം എന്നാണ് പൂർണ്ണരൂപം. മതസ്വാതന്ത്ര്യ ബില്ല് പാസാക്കി മഹാരാഷ്ട്ര നിയമസഭ. നോക്കി, ഏത് ബില്ലാണ്? ഫ്രീഡം ഓഫ് റിലീജിയൻ ബില്ല് അല്ലെ. നിർബന്ധിച്ചും വഞ്ചിച്ചും പ്രലോഭിപ്പിച്ചും വിവാഹ വാഗ്ദാനം നൽകിയും നടത്തുന്ന മതപരിവർത്തനങ്ങൾ തടയുക എന്നതാണ് മഹാരാഷ്ട്ര മതസ്വാതന്ത്ര്യ ബില്ല് 2026 പ്രധാന ലക്ഷ്യം. നോക്കി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആരാണ്? ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. ആരാണ്? ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് കുട്ടികളിലെ ഗുരുതര വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ആവിഷ്കരിച്ച സമഗ്ര പദ്ധതി ഏതാണ്? പ്രതീക്ഷയാണ്. ഏതാണ്? പ്രതീക്ഷ. എന്താണ്? നോക്കിയേ, കുട്ടികളിലെ ഗുരുതര വൃക്കരോഗങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ.
ഫുൾ ഫോം നോക്കൂ, പീഡിയാട്രിക് റെനൽ അസസ്മെന്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻ ഇൻ കേരള സ്റ്റേറ്റ്. പീഡിയാട്രിക് റെനൽ അസസ്മെന്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻ കേരള സ്റ്റേറ്റ്. മാർക്ക് സക്കർബർഗിന്റെ റെക്കോർഡ് തകർത്ത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെൽഫ് മെയ്ഡ് ശതകോടീശ്വരൻ ആരാണ്? സെൽഫ് മെയ്ഡ് ശതകോടീശ്വരനായി അടുത്തിടെ ഫോബ്സ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജനാണ് ആര്? സൂര്യാമിത. ആരാണ്? സൂര്യാമിത. വാഹനങ്ങളിൽ നിന്നുള്ള വായു മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിച്ച നഗരം ഏതാണ്? ഡൽഹിയാണ്. ഏതാണ്? ഡൽഹിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യ അടുത്തിടെ ഏത് രാജ്യവുമായി ചേർന്നാണ് ചരിത്ര പ്രസിദ്ധമായ പ്രാമ്പനൻ ക്ഷേത്ര സമുച്ചയം? ഏത് ക്ഷേത്രമാണ്? പ്രാമ്പനൻ ക്ഷേത്ര സമുച്ചയം പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചത്? ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യ. ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും ഇന്തോനേഷ്യൻ സാംസ്കാരിക മന്ത്രാലയവും ചേർന്നാണ് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 2026 മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? ടു പീപ്പിൾ എക്സ്ചേഞ്ചിങ് സലൈവ. ഇതൊരു ചോദ്യമാണ് അല്ലെ. 2026 മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? ടു പീപ്പിൾ എക്സ്ചേഞ്ചിങ് സലൈവ അല്ലെ. ഈ ചിത്രത്തിലൂടെ ഓസ്കാർ ലഭിച്ച ഇന്ത്യൻ വംശ സംവിധായകൻ ആരാണ്? അലക്സാണ്ടർ സിംഗ് ആണ്. ഏതാണ്? അലക്സാണ്ടർ സിംഗ് ആണ്. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ഇസ്രായേൽ ആക്രമിച്ച ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടമാണ് സൗത്ത് പാസ്. ഏതാണ്? സൗത്ത് പാസ്. ഇറാനും ഖത്തറും സംയുക്തമായാണ് ഈ പ്രകൃതിവാതക പാടം പങ്കിടുന്നത് അല്ലെ. ഇറാനും ഖത്തറും. അപ്പൊ സൗത്ത് പാസ് പങ്കിടുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇറാനും ഖത്തറും കൂടി ചേർന്നാണ്. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിനായുള്ള 129ാം ഭരണഘടന ഭേദഗതി ബില്ലും അനുബന്ധ ബില്ലും പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? PP ചൗധരിയാണ്. ആരാണ്? PP ചൗധരിയാണ്. കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ എന്നിവർ തുടർച്ചയായ 30 ദിവസമെങ്കിലും തടവിൽ കഴിയേണ്ടി വന്നാൽ സ്ഥാനം നഷ്ടമാകുമെന്ന വ്യവസ്ഥ ഉൾപ്പെടെ വിവാദ ബില്ല് 130ാമത്തെ അമെൻമെന്റ് ബില്ല് പരിശോധിക്കാൻ രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷയായി നിയമിതയായത് ആരാണ്? അപരാജിത സാരംഗിയാണ്. ആരാണ്? അപരാജിത സാരംഗിയാണ്. കൊളോണിയൽ കാലഘട്ടത്തിലെ ഇംഗ്ലീഷ് പേരായ ടൂതിക്കോറിൽ ഏതാണ്? ടൂതിക്കോറിൽ കണ്ടോ എന്ന പേര് മാറ്റാൻ അനുമതി ലഭിച്ച വിമാനത്താവളം ഏതാണ്? തൂത്തുക്കുടി വിമാനത്താവളം. ഏതാണ്? തൂത്തുക്കുടി വിമാനത്താവളം. അപ്പൊ ടൂതിക്കോറിൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതാണ്? തൂത്തുക്കുടി വിമാനത്താവളമാണ്. വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരാണ്? രാകേഷ് ശർമ്മയാണ്. ആരാണ്? രാകേഷ് ശർമ്മയാണ്. കാർഷിക മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ വികസിപ്പിക്കുന്ന പുതിയ പ്ലാറ്റ്ഫോം ഏതാണ്? ദേശീയ ജെൻഡർ പ്ലാറ്റ്ഫോം ആണ്. ദേശീയ ജെൻഡർ പ്ലാറ്റ്ഫോം ആണ്. കൃഷിയിടത്തിന് സമീപമെത്തുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ വനം വകുപ്പ് നടപ്പിലാക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനം ഏതാണ്? ഫാം ഗാർഡ്. ഏതാണ്? ഫാം ഗാർഡ്. സംവിധാനം പരീക്ഷിതാടിസ്ഥാനത്തിൽ ആദ്യം നടപ്പിലാക്കുന്നത് എവിടെയാണ്? വിതുര സെക്ഷനിലെ മാങ്കാല. തിരുവനന്തപുരത്ത് വിതുര സെക്ഷനിലെ മാങ്കാലയിലാണ് ഫാം ഗാർഡ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം നടപ്പിലാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമന പ്രക്രിയ സുഗമമാക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ച സോഫ്റ്റ്വെയർ ഏതാണ്? ഓർഡർ ആണ്. ഏതാണ്? ഓർഡർ ആണ് സോഫ്റ്റ്വെയർ.
വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആയ ഓർഡർ വികസിപ്പിച്ചത് ആരാണ്? സോഫ്റ്റ്വെയർ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ. ഏതാണ്? സോഫ്റ്റ്വെയർ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ ആണ് എന്ത്? ഓർഡർ വികസിപ്പിച്ചത്. 2026 മാർച്ചിൽ അന്തരിച്ച US ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിനെ അതിജീവിച്ച ഹിബാകുഷ ഇതാണ് ഷിഗേഗി മോറി. ഏതാണ്? ഷിഗേഗി മോറി. കാർസാപ്പ് പദ്ധതിയുടെ ഭാഗമായി ആന്റിബയോട്ടിക് ഉപയോഗത്തിലും ആന്റി മൈക്രോബിയൽ പ്രതിരോധം തടയുന്നതിലും ശ്രദ്ധേയമായി നേട്ടം കൈവരിച്ച ജില്ല ഏത്? ഏതാണ്? തിരുവനന്തപുരമാണ്. ഏതാണ്? തിരുവനന്തപുരമാണ്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗവും അതിലൂടെ ഉണ്ടാകുന്ന പ്രതിരോധ ശേഷിയും തടയുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച സമഗ്ര പദ്ധതി ഏത്? ഏതാണ്? കാർസാപ്പാണ്. ഏതാണ്? കാർസാപ്പാണ്. കാർസാപ്പിന്റെ ഫുൾ ഫോം എന്താണ്? കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. 2026 ഏപ്രിൽ കാലാവധി അവസാനിക്കുന്ന നിലവിലെ രാജ്യസഭ ഉപാധ്യക്ഷൻ ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ്. മലയാളിയായ PJ കുര്യൻ വിരമിച്ച ഒഴിവിലാണ് PJ കുര്യൻ വിരമിച്ച ഒഴിവിലേക്കാണ് ഹരിവംശ് നാരായൺ സിംഗ് എന്ത് ചെയ്തിരിക്കുന്നത്? ഉപാധ്യക്ഷനായിട്ട് എത്തിയിരിക്കുന്നത്. 2028 വേൾഡ് ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ഇന്ത്യയിലെ നഗരം ഏത്? ഏതാണ്? ഭുവനേശ്വർ ആണ്. ഇന്ത്യയുടെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? അതും ഭുവനേശ്വർ തന്നെയാണ്. ക്യാപിറ്റൽ സിറ്റി അല്ലെ? സ്പോർട്സ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലം ചരക്കു നീക്കത്തിൽ തടസ്സങ്ങൾ നേരിടുന്ന ഇന്ത്യൻ കയറ്റുമതി വ്യാപാരികളെ സഹായിക്കുന്നതിനായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പ്രഖ്യാപിച്ച 497 കോടി രൂപയുടെ പുതിയ പദ്ധതിയുടെ പേരെന്ത്? എന്താണ്? റിലീഫ്. ഉണ്ടോ? റെസിലിയൻസ് ആൻഡ് ലോജിസ്റ്റിക്സ് ഇന്റർവെൻഷൻ ഫോർ എക്സ്പോർട്ട് ഫെസിലിറ്റേഷൻ. അതാണ് റിലീഫിന്റെ പൂർണ്ണരൂപം. 2024-25 സാമ്പത്തിക വർഷത്തെ നാഷണൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് റെക്കോർഡ് പ്രകാരം ഇന്ത്യയിൽ വസ്ത്ര കയറ്റുമതിയിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏത്? ഏതാണ്? തമിഴ്നാടാണ്. ഏതാണ്? തമിഴ്നാടാണ്. 2ാം സ്ഥാനത്ത് ഗുജറാത്തും 3ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയുമാണ്. കണ്ടോ? 1ാം സ്ഥാനത്ത് തമിഴ്നാട്, 2ാം സ്ഥാനത്ത് ഗുജറാത്തും 3ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയുമാണ്. കുടിവെള്ളവും വൈദ്യുതിയും ഒരേ സമയം ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഓടെക് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റ് എവിടെയാണ് സ്ഥാപിക്കുന്നത്? എവിടെയാണ്? ലക്ഷദ്വീപിലെ കവരത്തിയില്. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ 900 കരിയർ ഗോളുകൾ തികയ്ക്കുന്ന 2ാമത്തെ താരമാണ് ആര്? ലയണൽ മെസ്സി. 2ാമത്തെ താരമാണ് ആര്? ലയണൽ മെസ്സി. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ചൈന അതിർത്തി വ്യാപാരം പുനരാരംഭിക്കാൻ തീരുമാനിച്ച ലിപുലേഖ് പാസ്. ഏതാണ്? ലിപുലേഖ് പാസ്. കണ്ടോ? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡില്. ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡില്. കണ്ടോ? ലിപുലേഖ് പാസ് ഉത്തരാഖണ്ഡിലെ പിത്തോർഗഡ് ജില്ലയെയും ചൈനയിലെ ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹിമാലയൻ ചുരമാണ് എന്താ? ലിപുലേഖ് പാസ്. ഏകദേശം 17,000 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എത്ര അടിയാണ്? 17,000 അടി ഉയരത്തിലാണ് ലിപുലേഖ് പാസ് സ്ഥിതി ചെയ്യുന്നത്. 2026 മാർച്ചിൽ കലയ്ക്കും സംസ്കാരത്തിനും നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ച് UK പാർലമെന്റിൽ വെച്ച് വുമൺ എംപവർമെന്റ് അവാർഡ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചർ പുരസ്കാരം നേടിയ പ്രമുഖ ഇന്ത്യൻ നടി ആരാണ്? ഋതുപർണ സെൻഗുപ്ത. ആരാണ്? ഋതുപർണ സെൻഗുപ്തയാണ്. ദക്ഷിണ കൊറിയയിലെ നിർബന്ധിത സൈനിക സേവനത്തിന് ശേഷം പ്രസിദ്ധ
പോപ്പ് ബാൻഡായ BTS 2026 മാർച്ചിൽ പുറത്തിറക്കിയ പുതിയ ആൽബത്തിന്റെ പേരെന്താ? ഏതാണ്? ആരി റാങ്. ഏതാണ്? ആരി റാങ് എന്നാണ്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൗഹൃദവും ശാസ്ത്രീയവുമായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശുചിത്വ മിഷനും സംയുക്തമായി ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ്? ഗ്രീൻ ബട്ടൺ ആണ്. ഏതാണ്? ഗ്രീൻ ബട്ടൺ. 2026 മാർച്ചിൽ സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ദിവ്യാംഗ ശക്തി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ഏതാണ്? ആന്ധ്രാപ്രദേശ്. എന്ന് വെച്ചാൽ സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര. കണ്ടോ? ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഭരണത്തലവനായിരുന്ന വ്യക്തി ആരാണ്? നരേന്ദ്രമോദിയാണ്. ആരാണ്? നരേന്ദ്രമോദിയാണ്. ആഗോളതലത്തിൽ ഏറ്റവും വിപുലമായ മെട്രോ ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 3-ാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 3-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്ത് ആരാണ്? ചൈനയും 2-ാം സ്ഥാനത്ത് ആരാണ്? അമേരിക്കയുമാണ്. ലോകത്തിലെ ആദ്യത്തെ മെട്രോ ഏതാണ്? ലണ്ടൻ അണ്ടർഗ്രൗണ്ട് ആണ്. ലണ്ടൻ അണ്ടർഗ്രൗണ്ട് ആണ് ലോകത്തിലെ ആദ്യത്തെ മെട്രോ. ഇത് ദി ട്യൂബ് എന്ന പേരിലും അറിയപ്പെടുന്നു. കണ്ടോ? എന്ന് വെച്ചാല് എന്താണ്? നമ്മള് അണ്ടർഗ്രൗണ്ട് മെട്രോ പറഞ്ഞില്ലേ? ഏതാണ്ടേ ലോകത്തിലെ ആദ്യത്തെ മെട്രോ ലണ്ടൻ അണ്ടർഗ്രൗണ്ട് അല്ലെ? ഇതിനെ എന്താണ്? ദി ട്യൂബ് എന്ന പേരിലും എന്ത് ചെയ്യാറുണ്ട്? അറിയപ്പെടാറുണ്ട്. ദി ട്യൂബ്. കണ്ടോ? ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഏതാണ്? കൊൽക്കത്ത മെട്രോ ആണ്. കൊൽക്കത്ത മെട്രോ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ അല്ലെ? 1984 ഒക്ടോബർ 24 ഈ മെട്രോ എന്ത് ചെയ്തിരിക്കുന്നത്? നിലവിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ ശൃംഖല ഏതാണ്? ഡൽഹി മെട്രോ ആണ്. ഏതാണ്? ഡൽഹി മെട്രോ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ ശൃംഖല. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്ന മെട്രോ ഏതാണ്? കൊൽക്കത്ത മെട്രോ ആണ്. ഓക്കെ ആണല്ലോ. ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇ ശ്രീധരനെയാണ് ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ എവിടെയാണ്? കൊച്ചി വാട്ടർ മെട്രോ ആണ്. എവിടെയാണ്? കൊച്ചി വാട്ടർ മെട്രോ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എവിടെയാണ് വരുന്നത്? കൊൽക്കത്ത മെട്രോ ആണ് അല്ലെ? ഇവിടെ ഹൂഗ്ലി നദിക്കടിയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അണ്ടർ വാട്ടർ മെട്രോ. ഓക്കെ ആണല്ലോ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടുത്തിടെ ദേശീയ ജിയോ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച ചരിത്ര പ്രസിദ്ധമായ കലിഞ്ചർ കോട്ട ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിൽ. അപ്പൊ കലിഞ്ചർ കോട്ട അല്ലെ? കലിഞ്ചർ കോട്ട ഏത് സംസ്ഥാനം? ഉത്തർപ്രദേശ്. 2025 പുതിയ ആദായ നികുതി നിയമത്തെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിന്റെ പേരെന്താണ്? എന്താണ്? പ്രാരംഭ് 2026. പ്രാരംഭ് 2026. പൂർണ്ണരൂപം എന്താണ്? പോളിസി റീഫോം ആൻഡ് റെസ്പോൺസിബിൾ ആക്ഷൻ ഫോർ മിഷൻ വികസിത് ഭാരത്. മിഷൻ വികസിത് ഭാരത്. 2026 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ ചാമ്പ്യന്മാരായത് ആരാണ്? ഇന്ത്യയാണ്. ആരാണ്? ഇന്ത്യയാണ് വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയില് ചാമ്പ്യന്മാരായിരിക്കുന്നത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പദ്ധതി പ്രകാരം രാജ്യത്ത് ആദ്യമായി നടന്ന നീരുറവ സെൻസസ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ എത്ര പ്രകൃതിദത്ത നീരുറവകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? എത്രയാണ്? 4333 പ്രകൃതിദത്ത നീരുറവകളുണ്ട്. തിക്കുറിശി ഫൗണ്ടേഷന്റെ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനാരാണ്? ജോജു ജോർജ് ആണ്. നാരായണിന്റെ 3 ആൺമക്കൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ജോജു ജോർജിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച നടി ആരാണ്? ലിജോ മോളാണ്. പൊന്മാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ലിജോ മോളാണ് മികച്ച നടിയായി തിരഞ്ഞെടുത്തത്. മികച്ച ചിത്രം ഏതാണ്? എക്കോയാണ് മികച്ച
ചിത്രം. മികച്ച സംവിധായകൻ ആരാണ്? അരുൺ ബോസ്. മിണ്ടിയും പറഞ്ഞും എന്ന ചിത്രത്തിന്റെ സംവിധായകനായ അരുൺ ബോസ് ആണ് മികച്ച സംവിധായകൻ. തിക്രുഷി ഫൗണ്ടേഷന്റെ ചലച്ചിത്ര പുരസ്കാരമാണ്. തിരഞ്ഞെടുപ്പിനിടെ നടക്കുന്ന നിയമലംഘനങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് പരാതികൾ സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ ആപ്പ് ഏതാണ്? സി വിജിൽ ആണ്. ആപ്പ് സി വിജിൽ. ഓക്കെ ആണല്ലോ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യവും കാര്യക്ഷമവുമായ രീതിയിൽ നടത്തുന്നതിനായി ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ഡിജിറ്റൽ സംവിധാനം ഏതാണ്? സുവിധ ആപ്പാണ്. ഏതാണ്? സുവിധ ആപ്പാണ്. റാലി, പൊതുയോഗം, റോഡ് ഷോ എന്നിവ സംഘടിപ്പിക്കാൻ പോലീസ് അനുമതി, ഗ്രൗണ്ട് അനുമതി, ശബ്ദ സംവിധാനത്തിന് അനുമതി തുടങ്ങിയവ സുവിധ ആപ്പ് വഴി ലഭ്യമാക്കും. വയോധികരായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത സർക്കാർ സ്വകാര്യ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക വെട്ടിക്കുറച്ച് മാതാപിതാക്കൾക്ക് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. ഏതാണ്? തെലങ്കാന. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ 2026 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം അത് മറ്റാരുമല്ല, പാകിസ്ഥാനാണ്. ഏതാണ്? പാകിസ്ഥാൻ. ഇന്ത്യയിൽ മെയ് 21 തീവ്രവാദ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. ഏതാണ്? മെയ് 21. മെയ് 21 തീവ്രവാദ വിരുദ്ധ ദിനം അല്ലെ? മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ദിവസമാണ് മെയ് 21. ഓക്കെ ആണല്ലോ. അതുകൊണ്ടാണ് അന്ന് തീവ്രവാദ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. 2026 റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏതാണ്? ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. 2026 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ തുടർച്ചയായ 9ാം വർഷവും ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ്. ഏതാണ്? ഫിൻലാൻഡ്. നോക്കി, ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 116 ഏറ്റവും പിന്നിലുള്ള രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ ആണ്. ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ സെനഗലിന്റെ കിരീടം റദ്ദാക്കിയതോടെ ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ 2026 പുതിയ ജേതാക്കളായി പ്രഖ്യാപിക്കപ്പെട്ട ടീം ഏതാണ്? മൊറോക്കയാണ്. അറിയാലോ, മൊറോക്കയെ തോൽപ്പിച്ചായിരുന്നു സെനഗല് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് നേടിയത്. എന്നാൽ അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ അവരെ എന്ത് ചെയ്യുന്നു? ഡിസ്ക്വാളിഫൈ ചെയ്യുകയും മൊറോക്കയെ ജേതാക്കളായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. രാജ്യത്തുടനീളം 100 സ്മാർട്ട് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. കണ്ടോ? ഭവ്യ. ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. ഇന്ത്യൻ വ്യോമസേന അടുത്തിടെ ആരംഭിച്ച ആദ്യത്തെ ഹെലികോപ്റ്റർ ഡ്രോപ്ഡ് ഡ്രോൺ പദ്ധതിയുടെ പേരെന്ത്? ഏതാണ്? വായുബാൺ ആണ്. ഏതാണ്? വായുബാൺ. കണ്ടോ? ഹെലികോപ്റ്ററുകളിൽ നിന്ന് വായുവിൽ വെച്ച് തന്നെ വിക്ഷേപിക്കാവുന്ന ചെറിയ ഡ്രോണുകൾ. കണ്ടോ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വായുബാൺ. IQ എയർ പുറത്തുവിട്ട 2025 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഉത്തർപ്രദേശിലെ ലോനിയാണ്. ഉത്തർപ്രദേശിലെ ലോനി. 143 രാജ്യങ്ങളിലെ 9446 നഗരങ്ങളിലെ വായുവിലെ സൂക്ഷ്മ കണികകളുടെ സാന്നിധ്യം വിലയിരുത്തിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നോക്കിയേ, എത്ര? 143 നഗരങ്ങളിലെ 9446 നഗരങ്ങളിലെ വായുവിലെ സൂക്ഷ്മ കണികകളുടെ സാന്നിധ്യം വിലയിരുത്തിയാണ് ഇതെന്തിരിക്കുന്നത്? തയ്യാറാക്കിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും മലിനമായ 10 നഗരങ്ങളിൽ 5 എണ്ണവും എവിടെയാണ്? ഇന്ത്യയിലാണ്. ഏതൊക്കെയാണത്? ലോനി, ഡെറാബസി, ഡൽഹി, ഗാസിയാബാദ്, ഉല. കണ്ടോ? ഈ 5 നഗരങ്ങൾ, ഇന്ത്യയിലെ 5 നഗരങ്ങളാണ് ലോകത്തിലെ ഏറ്റവും മലിനമായ 10 നഗരങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. പാകിസ്ഥാനാണ് ലോകത്തെ ഏറ്റവും മലിനീകരണമുള്ള രാജ്യം. അപ്പൊ ലോകത്തെ ഏറ്റവും മലിനീകരണമുള്ള രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. ഏതാണ്? പാകിസ്ഥാനാണ്. തൊട്ടു പിന്നിൽ ഏതാണ്? ബംഗ്ലാദേശും അതുപോലെ തന്നെ തജിക്കിസ്ഥാനും ചാഡ്,
കോങ്കോ എന്നീ രാജ്യങ്ങളാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ. ലോകത്ത് 6ാം സ്ഥാനത്താണ് ഏത് ഇന്ത്യ വന്നിരിക്കുന്നത്. എത്രാം സ്ഥാനത്താണ്? 6ാം സ്ഥാനത്ത്. അപ്പോൾ മലിനീകരണം ഏറ്റവും കൂടുതലുള്ള രാജ്യം പാകിസ്ഥാൻ, 2ാം സ്ഥാനം ബംഗ്ലാദേശ്, 3ാം സ്ഥാനം തജിക്കിസ്ഥാൻ, 4ാം സ്ഥാനം ചാഡ്, 5ാം സ്ഥാനം കോങ്കോ, 6ാം സ്ഥാനമാണ് ഏത് ഇന്ത്യ. ഓക്കെ ആണല്ലോ. ഭീം പേയ്മെന്റ്സ് ആപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ട കായിക താരമാര് ആരാണ്? MS ധോണിയാണ്. ആരാണ്? MS ധോണി. ഭീമിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഭാരത് ഇന്റർഫേസ് ഫോർ മണി. ഭാരത് ഇന്റർഫേസ് ഫോർ മണി എന്നാണ് കേട്ടോ. ഡോക്ടർ BR അംബേദ്കറുടെ സ്മരണാർത്ഥമാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ആരംഭിച്ച വർഷം, ഭീം ആപ്പ് ആരംഭിച്ച വർഷം ഏതാണ്? 2016 ഡിസംബർ 30. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഭീം ആപ്പ് എന്ത് ചെയ്തിരിക്കുന്നത്? പുറത്തിറക്കിയിരിക്കുന്നത്. വികസിപ്പിച്ചതോ? നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NPCA ആണ് ഭീം ആപ്പ് എന്ത് ചെയ്തിരിക്കുന്നത്? വികസിപ്പിച്ചിരിക്കുന്നത്. NPCAയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. NPCAയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. UPIയുടെ പൂർണ്ണ രൂപം എന്താണ്? യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് എന്നാണ് UPIയുടെ പൂർണ്ണ രൂപം. നോബൽ സമ്മാന ജേതാവായ കൈലാഷ് സത്യാർത്ഥി അടുത്തിടെ പുറത്തിറക്കിയ പുതിയ പുസ്തകത്തിന്റെ എന്താണ്? കരുണ ദി പവർ ഓഫ് കമ്പാഷൻ. കരുണ ദി പവർ ഓഫ് കമ്പാഷൻ എന്നാണ് കൈലാഷ് സത്യാർത്ഥി അടുത്തിടെ പുറത്തിറക്കിയ പുതിയ പുസ്തകത്തിന്റെ പേര്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ 2026 മാർച്ചിൽ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം ഏതാണ്? ഫിലിപ്പീൻസ് ആണ്. ഏതാണ്? ഫിലിപ്പീൻസിലാണ് ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പകരം നിലവിൽ വന്ന നാഷണൽ ഡെന്റൽ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരാണ്? ഡോക്ടർ സഞ്ജയ് തിവാരിയാണ്. ഡോക്ടർ സഞ്ജയ് തിവാരിയാണ്. ഇന്ത്യയിൽ മാസം തികയാതെയുള്ള പ്രസവങ്ങളും അതുവഴി ഉണ്ടാകുന്ന ശിശുമരണങ്ങളും കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ കേന്ദ്ര ബയോടെക്നോളജി വകുപ്പ് ആരംഭിച്ച രാജ്യത്തെ ഏറ്റവും വലിയ ഗർഭകാല ഗവേഷണ പദ്ധതിയുടെ പേരെന്താണ്? ഗർഭിണി എന്നാണ്. എന്താണ്? ഗർഭിണി. നോക്കി കണ്ടോ, ഗർഭിണി, അതാണ് ഗർഭിണി. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയെ ബാധിക്കുമെന്ന് യുനെസ്കോ മുന്നറിയിപ്പ് നൽകിയ വിവാദമായ അഘനാശിനി വേദാവതി നദീ സംയോജന പദ്ധതി. അഘനാശിനി വേദാവതി നദീ സംയോജന പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഏതാണ്? കർണാടക. 2026 മാർച്ചിൽ ദുരഭിമാന കൊലകൾ തടയുന്നതിനായി ഇവ നമ്മവ എന്ന പേരിൽ ബില്ല് പാസാക്കിയ സംസ്ഥാനം അതും തന്നെയാണ്? കർണാടക തന്നെയാണ്. അപ്പൊ ഇവ നമ്മവ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക അതേതാണ്? കർണാടകയാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പുതിയ അധ്യക്ഷയായി 2026 മാർച്ചിൽ നിയമിക്കപ്പെട്ടത് ആരെയാണ്? സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ്. സ്വാതി നിരഞ്ജൻ ജ്യോതി നേരത്തെ കേന്ദ്രമന്ത്രി കൂടിയായിരുന്നു കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ മാനസികാരോഗ്യ മസ്തിഷ്ക ഘടന ഡിജിറ്റൽ ഡാറ്റാബേസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാണ്? കാം ബ്രെയിൻ. ഏതാണ്? കാം ബ്രെയിൻ. നോക്കി, മാനസികാരോഗ്യ മസ്തിഷ്ക ഘടന ഡിജിറ്റൽ ഡേറ്റാബേസ് കണ്ടോ. ഡിജിറ്റൽ റെപ്പോസിറ്ററി ഓൺ ബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് സൈക്കാട്രിക് ഡിസോർഡേഴ്സ് കണ്ടോ. കാം ബ്രെയിൻ. സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷനും ട്രൂ കോളറും ചേർന്ന് അടുത്തിടെ പുറത്തിറക്കിയ ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ടൂൾ കിറ്റിന്റെ എന്താണ്? ട്രൂ സൈബർ സഖി. എന്താണ്? ട്രൂ സൈബർ സഖി എന്നാണ്. ഇന്ത്യയിലെ ദേശീയ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് ടോൾ ഫ്രീ നമ്പർ 1930 ആണ്. 1930 ആണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണിത് കേട്ടോ. ഇന്ത്യയിലെ ദേശീയ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് ടോൾ ഫ്രീ നമ്പർ 1930.
2026 ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് CCA വാർഷിക വനിതാ ഉച്ചകോടിയിൽ വെച്ച വുമൺ എംപവർമെന്റ് ട്രെയിൽ ബ്ലേസേഴ്സ് അവാർഡ് സ്വന്തമാക്കിയത് ആരാണ്? കൽപ്പന സോറനാണ്. ആരാണ് കൽപ്പന സോറൻ? നോക്കി, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ഭാര്യ. അപ്പൊ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ്? ഹേമന്ത് സോറനാണ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ഭാര്യയും ഗാണ്ഡേ, ജാർഖണ്ഡിലെ ഗാണ്ഡേ മണ്ഡലത്തിലെ MLA-യുമാണ് ആര്? കൽപ്പന സോറൻ. വേൾഡ് യൂത്ത് പാർലമെന്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട സിക്കിമിൽ നിന്നുള്ള യുവ നേതാവ് ആര്? ആരാണ്? സ്തുതി പ്രധാനാണ്. ആരാണ്? സ്തുതി പ്രധാനാണ്. ഓക്കെ ആണല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു GK ആണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനമാണ് ഏത്? സിക്കിം അല്ലെ. കൂടാതെ പൂർണ്ണമായും ജൈവ കൃഷി 100% ഓർഗാനിക് ഫാമിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കൂടിയാണ് ഏത്? സിക്കിം. സിക്കിമിലെ മുഖ്യമന്ത്രി ആരാണ്? പ്രേം സിംഗ് തമാങ് ആണ്. ആരാണ്? പ്രേം സിംഗ് തമാങ്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കഞ്ചൻഗംഗ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കഞ്ചൻഗംഗ എവിടെയാണ്? സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ കഞ്ചൻഗംഗ നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഒരേ ഒരു മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അപ്പൊ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒരേ ഒരു മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എവിടെയാണ്? കഞ്ചൻഗംഗ നാഷണൽ പാർക്കാണ്. കഞ്ചൻഗംഗ നാഷണൽ പാർക്കാണ്. 2026 ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഹൂബ് ലെലിഫെൽഡ്. കണ്ടോ, ഹൂബ് ലെലിഫെൽഡിനാണ് 2026 ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഏത് സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയാണ് യുംനം ഖേംചന്ദ് സിംഗ്? ഏത് സംസ്ഥാനത്തെയാണ്? മണിപ്പൂരിലെയാണ്. ഏതാണ്? മണിപ്പൂരിലെ. ഓക്കെ ആണല്ലോ. 2026 മാർച്ചിൽ 2000 വർഷം പഴക്കമുള്ള മഹാശിലാ കാലഘട്ടത്തിലെ ചെങ്കല്ലറ കണ്ടെത്തിയത് കേരളത്തിൽ എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ പനയാൽ എന്ന സ്ഥലത്താണ് ചെങ്കല്ലറ കണ്ടെത്തിയിരിക്കുന്നത്. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം ഏതാണ്? കൊടുവള്ളിയാണ്. കൊടുവള്ളിയിൽ 13 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങൾ, ഡേറ്റിംഗ്, ഗെയിമിംഗ് ആപ്പുകൾ എന്നിവയിൽ KYC പരിശോധന നിർബന്ധമാക്കാൻ ശുപാർശ ചെയ്ത സ്ത്രീ ശാക്തീകരണത്തിനുള്ള പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷ ആരാണ്? D. പുരന്ദേശ്വരിയാണ്. ആരാണ്? D. പുരന്ദേശ്വരി. പരിക്കിനെ തുടർന്ന് അടുത്തിടെ ബാഡ്മിന്റണിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച 2016 റിയ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ജേതാവ് ആരാണ്? കരോളിന മാരിനാണ്. നോക്കി, പരിക്കിനെ തുടർന്ന് അടുത്തിടെ ബാഡ്മിന്റണിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച 2026 റിയോ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ജേതാവ് ആരാണ്? കരോളിന മാരിൻ. കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത AI അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്? നിയോഫൈറ്റ് ID എന്നാണ്. എന്താണ്? നിയോഫൈറ്റ് ID. ഇന്ത്യയിൽ ആദ്യമായി ഇവാ ഹാർട്ട് LVAD കണ്ടോ, ഇവാ ഹാർട്ട് LVAD ഉപകരണം ഘടിപ്പിച്ചുള്ള ഹൃദ്രോഗ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി ഏതാണ്? മദ്രാസ് മെഡിക്കൽ മിഷൻ, ചെന്നൈ. കണ്ടോ, ചെന്നൈയിലെ മദ്രാസ് മെഡിക്കൽ മിഷനിലാണ് ഇവാ ഹാർട്ട് LVAD ഉപകരണം ഘടിപ്പിച്ചുള്ള ഹൃദ്രോഗ ശസ്ത്രക്രിയ വിജയകരമായിട്ട് പൂർത്തിയാക്കിയത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യയിലേക്കുള്ള എണ്ണവാതക കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച പുതിയ ദൗത്യത്തിന്റെ എന്താണ്? ഓപ്പറേഷൻ ഊർജ സുരക്ഷ. ഓപ്പറേഷൻ ഊർജ സുരക്ഷ. BPCL ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലായുള്ള
ഏറ്റവും ഉയർന്ന 7 അഗ്നിപർവ്വത കൊടുമുടികൾ 7 വോൾക്കാനിക് സബ്മിറ്റ്സ് ഏറ്റവും വേഗത്തിൽ കീഴടക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരനാര്? ആരാണ്? ഭൂപതി രാജു അൻമിഷ് വർമ്മ. ഭൂപതി രാജു അൻമിഷ് വർമ്മയാണ്. 92 ദിവസവും 4 മണിക്കൂറും 45 മിനിറ്റും കൊണ്ടാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയത്. 92 ദിവസവും 4 മണിക്കൂറും 45 മിനിറ്റും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരം ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരമേത്? ഏതാണ്? ഏവിയാൻ. ഫ്രാൻസിലെ ഏവിയാൻ ആണ്. അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. കണ്ടോ? ഏതൊക്കെയാണ്? അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. G7 അല്ലേ? ഇവയ്ക്ക് പുറമെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളും ഉച്ചകോടിയിൽ എന്ത് ചെയ്യാറുണ്ട്? പങ്കെടുക്കാറുണ്ട്. 2026 മാർച്ചിൽ സ്വന്തം വ്യക്തിത്വ അവകാശങ്ങളും പരസ്യ അവകാശങ്ങളും വാണിജ്യപരമായി ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനായി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല ഇടക്കാല ഉത്തരവ് നേടിയ മലയാള ചലച്ചിത്ര നടനാര്? ആരാണ്? മോഹൻലാലാണ്. ആരാണ്? മോഹൻലാൽ. ഏത് ഒളിമ്പിക്സ് മുതലാണ് ട്രാൻസ്ജെൻഡർ വനിതകൾക്ക് വനിതാ വിഭാഗം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്? ഏത് ഒളിമ്പിക്സ് ആണ്? 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ. സംസ്ഥാന നിയമസേവന അതോറിറ്റി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജനമൈത്രി പോലീസ് എന്നിവർ സംയുക്തമായി യുവാക്കളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി ഏതാണ്? എൻ്റെ വോട്ട് എൻ്റെ ശക്തി. എൻ്റെ വോട്ട് എൻ്റെ ശക്തി എന്നാണ് പദ്ധതിയുടെ പേര്. ഡ്രോണുകളെയും ക്രൂയിസ് മിസൈലുകളെയും തകർക്കാൻ ശേഷിയുള്ള തുങ്കസ്ക വ്യോമ പ്രതിരോധ മിസൈൽ കവചം വാങ്ങുന്നതിനായി ഇന്ത്യ ഏത് രാജ്യവുമായാണ് അടുത്തിടെ കരാർ ഒപ്പുവെച്ചത്? ഏത് രാജ്യമാണ്? റഷ്യ. ചെറിയ നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കാനും ശിക്ഷ ലഘൂകരിക്കാനുമായി 23 മന്ത്രാലയങ്ങൾക്ക് കീഴിലെ 79 കേന്ദ്ര നിയമങ്ങളിലായി 784 ഭേദഗതികൾ വരുത്താൻ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ബില്ല് ഏതാണ്? ജൻ വിശ്വാസ് ഭേദഗതി ബില്ല്. ജൻ വിശ്വാസ് ഭേദഗതി ബില്ല്. നോക്കി, 23 മന്ത്രാലയങ്ങൾക്ക് കീഴിൽ 79 കേന്ദ്ര നിയമങ്ങളിലായി 784 ഭേദഗതികൾ. കണ്ടോ? അതാണ് ജൻ വിശ്വാസ് ഭേദഗതി ബില്ല്. വനസംരക്ഷണത്തിൽ ജനപങ്കാളിത്തം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിനായി അടുത്തിടെ നിംഗോൾ വാൻ ഇനിഷ്യേറ്റീവ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂറാണ്. ഏതാണ്? മണിപ്പൂറാണ്. MLA-മാരുടെ നിയമസഭയിലെ ദൈനംദിന ഇടപെടലുകൾ, ഹാജർ, സഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾ എന്നിവ പൊതുജനങ്ങൾക്ക് വിലയിരുത്തുന്നതിനായി അടുത്തിടെ കേരളത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഡിജിറ്റൽ ഡേറ്റാബേസ് പോർട്ടൽ ഏതാണ്? MLAtrack.com. MLAtrack.com. 2026 ഗണിതശാസ്ത്രത്തിനുള്ള ആബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഗർഡ് ഫാൾട്ടിങ്സിനാണ്. ഗർഡ് ഫാൾട്ടിങ്സ്. 2025 US പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ഭാഷാകൃതികൾക്കായുള്ള നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരത്തിന്റെ ആത്മകഥാ വിഭാഗത്തിൽ അർഹമായത് ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. ഏതാണ്? മദർ മേരി കംസ് ടു മീ. നേപ്പാളിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി അടുത്തിടെ അധികാരം ഏറ്റെടുത്തത് ആരാണ്? ബാലേന്ദ്ര ഷാ. കണ്ടോ? ബാലേന്ദ്ര ഷായാണ് പുതിയ നേപ്പാൾ പ്രധാനമന്ത്രി. 2027 നടക്കാൻ പോകുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? സുദർശൻ പട്നായിക് ആണ്. ആരാണ്? സുദർശൻ പട്നായിക് ആണ്.
2026 മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഉത്തർപ്രദേശിലെ ജവാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭിന്നശേഷിക്കാരുടെ വോട്ടവകാശം ഉറപ്പാക്കുന്നതിനായി കേരളത്തിൽ ആദ്യമായി കോട്ടയം ജില്ലയിലെ പാലായിൽ ആരംഭിച്ച പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരെന്ത്? എന്താണ്? സമ്മതി എന്നാണ്. എന്താണ്? സമ്മതി. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം ജംപ് സ്റ്റാർട്ട് അപ്രോച്ച് എന്ന നൂതന സംരക്ഷണ പദ്ധതിയിലൂടെ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് കുഞ്ഞ് അടുത്തിടെ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. നോക്കി, രാജസ്ഥാന്റെ സംസ്ഥാന പക്ഷിയാണ് ഏത്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഏത് സംസ്ഥാനത്തിന്റെ ആണ്? രാജസ്ഥാന്റെ സംസ്ഥാന പക്ഷിയാണ്. നഗരങ്ങളിൽ ചൂട് കൂടുതലാകുന്ന പ്രതിഭാസം ഏതാണ്? അർബൻ ഹീറ്റ് ഐലൻഡ് ആണ്. അർബൻ ഹീറ്റ് ഐലൻഡ്, നഗര താപദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വന്യജീവി മേൽപ്പാലം ഏതാണ്? രന്തംബോർ. ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേയിലാണ് രന്തംബോർ സ്ഥിതി ചെയ്യുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി അംഗൻവാടി കേന്ദ്രങ്ങളിൽ പ്രഭാത ഭക്ഷണം പദ്ധതിയായ ടോളി മുദ്ദ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? തെലുങ്കാനയിലാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ സയന്റിസ്റ്റ് പ്രസാദിന്റെ പേരിൽ അറിയപ്പെടുന്ന സസ്യ ഇനം ഏതാണ്? ഫിബ്ര സ്റ്റൈലിസ് പ്രസാദി. അപ്പോൾ ഈ മാസത്തെ കറണ്ട് അഫേഴ്സ് അവസാനിക്കുകയാണ്. ഇനി അടുത്ത മാസത്തെ മുഴുവൻ കറണ്ട് അഫേഴ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ബൈ.